സർവകാലവും ഭഗവൻ നാമങ്ങളെ ഉച്ചരിച്ചിരുന്നാൽ ജന്മജന്മാന്തരാജിതങ്ങളായിരിക്കുന്ന ആ ദുരിതരാശികൾ യഥാവലിയ സമ്മർദ്ദങ്ങളായി ചമയുമെന്നോ നിശ്ചയം അത്രയല്ലോ ആകുന്നത് എന്നതുകൂടാതെ കണ്ട് മറ്റസാരങ്ങളായി അനിത്യങ്ങളായി അല്പസുഖപ്രദങ്ങളായി ദുരിതോതർക്കങ്ങളായിരിക്കുന്ന ഓരോരോ അർത്ഥപുത്രമിത്ര കളത്രാദികളിൽ ഭ്രമിച്ച് വൃഥാ തന്നെ കാലക്ഷേപം ചെയ്തു ദുരിതമാർജിച്ചു പോകുകയല്ലോ ചെയ്യുന്നത്. അത് ഈ മനുഷ്യർക്ക് എത്ര കഷ്ടം. മനുഷ്യജന്മം വലുതായിട്ട് ലഭിക്കുന്ന ഒരു വസ്തു എന്നാൽ ആയതൊക്കവേയും കൊള്ളാം. സുഹൃത ദുഷ്കൃതങ്ങൾ തുല്യങ്ങളായിരിക്കുന്ന സമയത്തിങ്കലെ മനുഷ്യ ജന്മത്തെ ലഭിപ്പൂ എന്ന ജന്മത്തെ ദൈവഗത്യാ ലഭിച്ചവർ പക്ഷം വ്യർത്ഥമാക്കി കളയാതെ കണ്ട് ഒരവസരം വരുന്ന സമയത്തിങ്കൽ ഈശ്വര സേവ ചെയ്ത് ദുരിത നിവർത്തി വരുത്തി ഗതി വരുത്തിക്കൊള്ളുവാനായി കൊണ്ട് വേണമതേ എല്ലാ ജനങ്ങളും എല്ലാ സമയത്തിങ്കിലും പ്രയത്നം ചെയ്തു കൊള്ളുവാൻ ആയതത്രേ ഇവിടെ ജന്മസാഫല്യമാകുന്നത്. ൗവണ്ണമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ ഭഗവാന്മാരെ രക്ഷിക്കട്ടെ. അങ്ങനെയെല്ലാം ഇരിക്കുന്ന ശ്രീകൃഷ്ണൻ രക്ഷിക്കട്ടെ എന്നാണ് ഇപ്പൊ പറയണ്ടായത്. ദാ ഇരിക്കണു ശ്രീകൃഷ്ണൻ, കാലുമ്പോ കാല് കയറ്റിയിട്ടാ ഇരിക്കണത്. കണ്ടാ കൃഷ്ണൻ തന്നെയാണ് അദ്ദേഹം. കൃഷ്ണന്റെ ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. ഓഹോ, ആരാ ഇവിടെ രക്ഷിക്കാൻ വേണ്ടി പെട്ടത്? കൃഷ്ണൻ. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആരാ? വാസുദേവൻ. പേര് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടൊന്നുമില്ല. അത് ആദ്യമായിട്ട് കേൾക്കാൻ വേണ്ടി പുറപ്പെട്ടതാ തോന്നണത്. അല്ലാണ്ട് ഒരുവിധം ബോധം ഉണ്ടെങ്കിൽ മുന്നാക്കം ഒന്നും ഇരിക്കില്ല അതിനൊന്നും. ഇതെന്താ വാസുദേവൻ എന്ന് പറയുന്നത്? വാസുദേവൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ഈ കലിയുഗത്തിൽ എങ്ങനെയാ നാമകരണം എന്നാണെങ്കിൽ അച്ഛന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം കുട്ടിക്ക് വേണമെന്ന് നിർബന്ധ അല്ലേ? അമ്മയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം കുട്ടിക്ക് വേണമെന്ന് നിർബന്ധ. അച്ഛന്റെ പേരെന്താ? നാരായണൻ. അമ്മയുടെ പേരെന്താ? യമുന. അപ്പൊ അച്ഛന്റെ ആദ്യത്തെ നായും അമ്മയുടെ ആദ്യത്തെ യായും കൂടി കൂട്ടിയാൽ അതിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ഇതിലേക്കാളും ബഹുരസ വേറൊരു കാര്യം കൂടിയുണ്ട്. അച്ഛന്റെ പേരെന്താ? കൃഷ്ണൻ. അമ്മയുടെ പേരെന്താ? നല്ല അക്ഷികളുള്ളവള് മീനാക്ഷി. അച്ഛന്റെ ആദ്യത്തെ കൃഗവും അമ്മയുടെ ആദ്യത്തെ മീനും കൂടി കൂട്ടിയാൽ അതിന് ഭക്ഷണം പോലും കിട്ടില്ല. ഇവിടെ വാസുദേവൻ എന്ന് പറഞ്ഞാൽ ആരാ? വസുക്കളുടെ ദേവൻ. അതാണല്ലോ വസുദേവൻ. വാസുദേവൻ എന്ന് പറഞ്ഞാൽ മായ കൊണ്ട് ക്രീഡിക്കുന്ന ആളെയാണ് വാസുദേവൻ. വാസുദേവൻ എന്ന് പറയുന്നത് ആ വാസുദേവനാണ് ഇവിടെ രക്ഷിക്കാൻ വേണ്ടി പുറപ്പെട്ടത്. അനവധി ആളുകളെ രക്ഷിക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ടില്ലേ? ആരൊക്കെയാ ഇവിടെ പുറപ്പെട്ടേക്കണത്? ശിവനാന്നാ തോന്നുന്നത്. അദ്ദേഹത്തിനെ കണ്ടറിയാം ശിവന്റെ ആളാന്നാ തോന്നണത്. ശിവൻ പുറപ്പെട്ടിട്ടുണ്ട്. ഇതാരവിടെ കയ്യിൽ എന്തോ ഒരു പ്രയോഗമായിട്ട്? അത് ചാത്തന്റെ ആളാന്നാ തോന്നണേ. അപകടാക്കാനായിട്ടുള്ളതൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ട്. ഇത് ബ്രഹ്മാവിന്റെ ആള്. എന്താ നല്ല താടിയുണ്ട്. അത് ബ്രഹ്മാവിന്റെ ആളാന്നാ തോന്നണത്. ചേട്ടയിലിരിക്കണു ഭദ്രകാളി. ഇതിനെ കണ്ടാൽ തന്നെ ഒരു ഭദ്രകാളി. പുറപ്പെട്ട് തുടങ്ങി. ഇത് എവിടെന്നാ ചാടി വരണത്? പന്തില്ലാത്ത നേരത്ത് പല ആളുകളെ രക്ഷിക്കാൻ വേണ്ടി പുറപ്പെട്ടു. വാസുദേവൻ രക്ഷിക്കട്ടെ എന്നാണ് പറയേണ്ടത്. ആര്? വാസുദേവനോ? എന്തിനാകുന്നത് ഇത്ര വളരെയേറെ സംശയിക്കുന്നത്? കൃഷ്ണീകുലലങ്കാരഭൂതനായി സത്യഭാമാവല്ലഭനായി ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണനെയാകുന്നത് ഇവിടെ ഈ ഭഗവാന്മാരുടെ രക്ഷയ്ക്കായി കൊണ്ട് കൽപ്പിച്ചത്. ആയതൊക്കവേയും കൊള്ളാം. നല്ല ശിക്ഷ വഴിപോലെ ബോധിച്ചു. ഇത്ര രക്ഷാസാമർഥ്യം ഉണ്ടായിട്ട് തന്തിരിവടിയെ പോലെ മറ്റാരും തന്നെ ഇല്ല എങ്കിലും വണ്ണമെല്ലാം ഇരിക്കുന്ന വാസുദേവൻ എന്നല്ലോ പറഞ്ഞത്. ആയത് ഹേതുവായിട്ട് അവസ്ഥാഭേദം കൂടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ
അതുകൊണ്ട് ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണന്റെ പരമഭക്തന്മാരായി കലേശകുലകലശാർണവ പൂർണ്ണചന്ദ്രന്മാരായിരിക്കുന്ന പാണ്ഡവന്മാര് ജതുഗൃഹദഹനാനന്തരം ഏകചക്രാഗ്രാമത്തെ പ്രാപിച്ചു വർദ്ധിക്കുന്ന കാലത്തിങ്കൽ അവിടെ ആഗതന്മാരായിരിക്കുന്ന വഴിപോക്കന്മാരായിരിക്കുന്ന ബ്രാഹ്മണരോടുകൂടി ഓരോരോ ഉത്തരപ്രത്യുത്തര വാക്കുകളെ പറയാൻ ആരംഭിപ്പൂതം ചെയ്തു. തദനന്തരമാകട്ടെ കർണിഭവൽഭിരത്ഭുതമിദം ബ്രൂയാൻ സമുജ്രംഭതേ പാഞ്ചാലക്ഷിതിബാലകസ്യ നഗരേ ഉപേഷ കോലാഹല ദൃശ്യതിപ്രഗണം ചലം നൃപകുലം സംഭ്രാന്തനാനാജനം യേനക്ഷ്മാവലയാന്തരം സകലമപ്യന്യാദൃശം വർത്തതേ. അല്ലേ ഭവാന്മാര്, നിങ്ങളിത് കേൾക്കണില്ലേ? കേൾക്കണില്ലേ? ഇതൊന്നും കേൾക്കാൻ വേണ്ടി പുറപ്പെട്ടതല്ല, കേൾപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടതാ. കേൾക്കണില്ലേന്ന് നിങ്ങൾ കേൾക്കണ്ടോ? എന്നപ്പം ചാടി പോണത് ഇതിന്റെ ഇടയില് തിരിച്ചു വരാനുള്ള പോക്ക് തന്നെയാണ്. അതുകൊണ്ട് വിരോധമില്ല. ചില ആളുകൾ പോയാൽ പോയ വഴിക്ക് വരാറില്ല. നിങ്ങൾ ആരും ഇത് കേൾക്കണില്ലേ? ഇത് കേട്ടാ മതി, പറയല് ഞാൻ കഴിച്ചോളാം. കേട്ടിട്ടോന്നേ ചോദിച്ചോളൂ. അവിടെ ആരൊക്കെയുണ്ട്? ഇതെന്താ അവിടെ ഇരുന്ന് നിങ്ങൾ കേൾക്കണത്? എണീക്കൂ, ആ മൂന്നെണ്ണം എണീക്കൂ, എണീക്കൂ. അവിടെ എങ്ങനെ ഇരിക്കാനല്ല പറഞ്ഞ, എണീക്കാനാ പറഞ്ഞത്. എടോ നിങ്ങളോടാ പറയണത് എണീക്കാൻ, അങ്ങോട്ട് നോക്കാനല്ല. എണീക്കൂ, ആ എണീക്കൂ. നിങ്ങളോ ആ എണീക്കൂ, ആസനായിട്ട് ഇങ്ങോട്ട് പുറപ്പെടൂ. ആ അതിനുള്ളതൊക്കെ ഇവിടെ കരുതിയിട്ടുണ്ട്, അതിന്റെ ഇടയിൽ പോണ്ട. എന്നാലും മുന്നാക്കം വരില്ല തന്നെയാണ്. ഉത്സാഹികളാണ് മുന്നാക്കം വരും, ഉത്സാഹം ഉണ്ടാവും. നിങ്ങളിത് കേൾക്കണില്ലേ എന്ന് ആരോട് ചോദിച്ചു? ഈ പാണ്ഡവന്മാര് അവര് വേഷം കെട്ടി നടക്കുന്നത്, അവന്റെ വേഷം കെട്ട് തുടങ്ങി. അവിടെയാണ് അയാളുടെ വേഷം കെട്ട്. അപ്പൊ എന്താ വേഷം? ആ പാണ്ഡവന്മാരെല്ലാവരും ബ്രാഹ്മണ വേഷപ്രച്ഛന്നധാരികളായിട്ട് ഏകചക്ര എന്ന് പറയുന്ന ഗ്രാമത്തിങ്കില് അവിടെ അധിവസിക്കണു. ആ സമയത്ത് അവിടെ വഴിപോക്കരായിട്ടുള്ള ചില ആളുകൾ വന്നു. ഈ വഴി നടത്തെന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലേ, ഇപ്പൊ അതില്ലാണ്ടേ. വഴി നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പ്രഭാതത്തിൽ പുറപ്പെടുക, എന്നിട്ടോ ആദിത്യന്റെ രശ്മികൾക്ക് കാഠിന്യമാവുക എന്നുള്ള ദിക്കായാൽ, ദിക്ക് എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഇപ്പോഴേ. ആദിത്യന്റെ ശക്തിക്ക് കാഠിന്യം കുറഞ്ഞു എന്നുള്ള അവസ്ഥയായാൽ അവിടെ ഇരിക്കുക. ഇതാണ് ഈ വഴി നടത്തം എന്ന് പറയാം. ഇപ്പോഴത്തെ വഴി നടത്തത്തിന്റെ കാര്യം പറയാത്തതാ ഭേദം. ധാവണ കാലത്ത് ഒരു പ്രവൃത്തി എടുക്കില്ല, കുറച്ച് കഴിഞ്ഞാൽ തുടങ്ങായി. കാല് നീട്ടാൻ വയ്യ, എന്താ അത് നീരിന്റെ എന്തോ തുടങ്ങിയിട്ടുണ്ട്. ഇതെന്താ വേണ്ടത്? ഞാൻ നടക്കാൻ പുറപ്പെടാം. ഇപ്പോഴത്തെ കാലത്ത് രണ്ടാളുകളെ കൊണ്ടാ ശല്യം. ഇന്ന് പന്നികളെ കൊണ്ട്, ഒന്ന് നടക്കാൻ പുറപ്പെടുന്ന ആളുകളെ കൊണ്ട്. ചിലതൊക്കെ ഇങ്ങനെ കൂറ്റത്തികൾ പന്നികളായിട്ട് നടന്നു പോണ കാണാം. ഒരു പ്രവൃത്തി എടുക്കില്ല, കുറെ നാളിങ്ങനെ ഇരിക്കും, കുറച്ച് കഴിഞ്ഞാൽ കിടക്കും, പിന്നെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കും. ഇങ്ങനെ അധികം കാണുന്നത് എന്താ? പ്രവൃത്തി എടുക്കണം. മുന്നേ ഉള്ള ആളുകൾ ഈ വഴി നടത്തത്തിന് പുറപ്പെടുന്ന ആളുകളാ. അപ്പൊ ഈ വഴി നടത്തത്തിന് പുറപ്പെട്ട ബ്രാഹ്മണര് പാണ്ഡവന്മാരെ ഏകചക്ര ഗ്രാമത്തിങ്കിൽ വെച്ച് കണ്ടു. അത് പാണ്ഡവന്മാരിൽ നിന്ന് അവർക്കറിയില്ല, അവര് വേഷന്മാരെ നടക്കാണല്ലോ. അപ്പൊ അവര് ചോദിച്ചു, നിങ്ങൾ എവിടെന്നാ, എങ്ങനെയാ നിങ്ങൾ വരുന്നത്? അങ്ങനെ അവരെ വളരെ കേമായിട്ട് ആദ്യം തന്നെ സ്വാഗതം ചെയ്ത് സ്വീകരിച്ചിരുത്തി. എന്താ സ്വാഗതം എന്ന് പറഞ്ഞാൽ? എന്താ? സുഷ്ടുവായിരിക്കുന്ന ആഗമനം. ഒരാള് ദിക്കില് വന്നാൽ എന്താ വേണ്ടത്? അവരെ സ്വാഗതം ചെയ്യണം, ഇല്ലേ? സ്വാഗതം ചെയ്യാ. ഇരിപ്പൊക്കെ സുഖാവണില്ലേ? ഇരിപ്പിന്റെ ഒക്കെ കരുതിയിട്ടുണ്ട്. വരാം 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 വരാം. വലുതും ചെറുതൊക്കെ പുറപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അവിടെ വല്ലാണ്ട് ഇങ്ങനെ പരിങ്ങി നിൽക്കണ്ട, അങ്ങോട്ട് വരൂ. എന്തിനാ പിന്നാലെ നിൽക്കണത്? മുന്നിലേക്ക് വരൂ. വരില്ല തന്നെയാണ്, എന്നാ പറഞ്ഞിട്ട് കാര്യമില്ല. വരാം വരാം. ഇരിപ്പൊക്കെ സുഖാവണില്ലേ? ഇങ്ങോട്ട് നോക്കണം, അതിന്റെ ഉള്ളിലേക്ക് നോക്കണം എന്ന് പറയാ വിഷമ. ആ വിദ്വാന്റെ കാര്യം കെടുപ്പാ. ഇരിപ്പിന്റെ വട്ടൊക്കെ സുഖാവണില്ലേ? ഇവൻ ഇരിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതാ നോക്കൂ, ഇത്രേ ആളുകൾ ഇരിക്കണേ, ഇരുത്തം അവന്റെ മാത്ര. നോക്കൂ,
ഇരുത്തെന്ന് പറഞ്ഞ ഉത്സാഹികളായിട്ടുള്ള ആളുകൾ അങ്ങോട്ട് നിവർന്ന് ചമ്രം പഠിച്ചവൻ ഇരിക്കുന്നുണ്ടല്ലോ, ഒരാൾക്ക് തോന്നി അങ്ങനെ ഇരിക്കാൻ. സ്വതേ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ കാണാൻ ആളുകൾ ഇങ്ങനെ ഇരുന്നിരുന്നത്, അത് അവനെങ്കിലും തോന്നിയല്ലോ. അപ്പൊ അവൻ ഉത്സാഹിയാ. അപ്പൊ എല്ലാവരും എവിടെ സ്വീകരിച്ചിരുന്നു. അപ്പൊ അവര് ചോദിച്ചു, നിങ്ങള് എവിടെന്നാ വരണത്, എങ്ങനെയാണ് ഇങ്ങടാ പോണത്? അപ്പോഴാണ് അവര് പറഞ്ഞത്, നിങ്ങൾ ഇതൊന്നും കേട്ടിട്ടില്ലേ, ഞങ്ങള് പാഞ്ചാലക്ഷിതി ബാലകസ്യ നഗരെ കുപേഷ കോലാഹല. പാഞ്ചാലക്ഷിതി ബാലകന്റെ നഗരത്തിങ്കൽ ഒരു കോലാഹലം ഉണ്ടായിക്കണു. എന്താ കോലാഹലം ഉണ്ടായിക്കണമെന്ന് പറയാൻ? എല്ലാ ആളുകൾക്കും അവിടെ ഉത്സാഹം തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇന്നും ആളുകളൊന്നുമില്ല. പാഞ്ചാലക്ഷിതി ബാലകസ്യ നഗരെ കുപേഷ കോലാഹല ഋഷ്യതി പ്രഗണം ചലം നൃപകുലം. ആ രാജാക്കന്മാര് മുഴുവൻ ചലിച്ചു വശമായിട്ടുണ്ട്, ബ്രാഹ്മണർക്ക് സന്തോഷമായിട്ടുണ്ട്, എല്ലാ ആളുകൾക്കും സന്തോഷമായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഉത്സവത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പുറപ്പെടുന്നത് എന്ന് പറഞ്ഞ് അവര് ആ പാഞ്ചാല രാജധാനിയിലേക്ക് എത്തിയല്ലോ. ആ സമയത്ത് എന്താ അവിടെ നടക്കണ സംഗതി ആണെങ്കിൽ അത് പറയാം. ഗീതം ക്വാപി ച സവിതല്ലരഭസ പ്രോത്സാരണാനിസ്വന വിപ്രാണാക്വചിതശ്നതാം കളകളോ ഗംഭീര കുംഭീശ്വര പ്രധ്വാനാം ഉത്സവോദയ മഹാഘോഷ കഥം കഥ്യതേ. നമ്മുടെ പാഞ്ചാല രാജധാനിയില് പാഞ്ചാലിയുടെ വിവാഹം ഉറപ്പിക്കൽ കഴിഞ്ഞു എന്ന് വേണം പറയാൻ. അത് കേട്ടിട്ടുണ്ടോ? പാഞ്ചാലിന്ന് കേട്ടിട്ടുണ്ടോന്ന്? വേറെ വല്ല പാഞ്ചാലിമാരുടെ കാര്യമല്ല കേട്ടോ, ഈ പാഞ്ചാലിയുടെ കാര്യം ചോദിച്ചത്. ഇപ്പൊ താ പല ദിക്കിലും പോണ ആളല്ലേ, തന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയുള്ള പ്രവൃത്തിയാ. പല ആഘോഷങ്ങൾക്കും പോയി പങ്കെടുക്കണ ആളാ. എന്നെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. അവിടെ ചോദിക്കാവും ഭേദം. ഈ വിദ്വാൻ അങ്ങനെയുള്ള ആളാന്നാ തോന്നുന്നത്. പാഞ്ചാലിന്ന് കേട്ടിട്ടുണ്ടോ? ഒന്നും കേട്ടിട്ടില്ല. ഈ കയ്യിലുള്ള കുന്തം നോക്കുക എന്നല്ലാണ്ട് ഒന്നും കേൾക്കലുണ്ടായിട്ടില്ല. താൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്താ കേട്ടത്? സുന്ദരിയാന്നാ കേട്ടത്. ആ പാഞ്ചാലിയുടെ വിവാഹം അവിടെ വീരപരീക്ഷയായിട്ട് ഉറപ്പിച്ചേക്കണൂന്ന്. വിവാഹത്തിന് പരീക്ഷയോ? എല്ലാത്തിനും പരീക്ഷയുള്ള കാലാണ് അല്ലേ? ഒരു വിധം എല്ലാത്തിനും പരീക്ഷയായിട്ട് ഇപ്പൊ ഇവിടെ വിവാഹത്തിനും തുടങ്ങിയോ പരീക്ഷ? നമ്മുടെ പരീക്ഷയുടെ കഥയൊന്നും പറയാത്തതാ ഭേദം. പരീക്ഷ കഴിഞ്ഞ അപ്പൊ കേൾക്കാം. പരീക്ഷ കഴിഞ്ഞോ? കഴിഞ്ഞു. എന്താ അപ്പോഴത്തെ അവസ്ഥ? ചോർന്നു. എന്താ ചോർന്നത്? ചോദ്യം തന്നെ. ഈ ഉണ്ടാക്കണ ആളുകൾക്ക് വിവരമൊന്നും ഉണ്ടാവില്ലേ. അത് മാത്രല്ല ബഹുരസ ഈ പരീക്ഷ. ഒരു കാലത്തൊക്കെ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മുന്നിൽ കൂടെ പോയ ആളൊക്കെ പരീക്ഷയിൽ കേമായിട്ട് ജയിച്ചു എന്നാ കേൾക്കണ്ടായതല്ലേ? ഇങ്ങനെ വാരി കോരി കൊടുത്ത് ഇതൊക്കെ അപകടമാക്കി. ഈ വിദ്യാഭ്യാസം എന്നുള്ളത് ഒരാഭാസമാക്കി മാറ്റിയിട്ടുണ്ട് പല ആളുകളും. ഇവിടെ വിവാഹത്തിനാണ് വീരപരീക്ഷ. വിവാഹത്തിന് പരീക്ഷയോ? എങ്ങനെയോ കേട്ടിട്ടുണ്ടോ പരീക്ഷ എന്ന്? കേട്ടിട്ടില്ല. ഈ വിവാഹം കഴിഞ്ഞ ആളുകളോട് ചോദിക്കാം, എന്തെങ്ങനെ കുഞ്ഞിരിക്കണേ? പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടാണോ അവരായത്? പരീക്ഷയ്ക്കുള്ള പുറപ്പാടാ. വിവാഹത്തിനുള്ള ഒന്നെന്നെ ഉണ്ടായി കഴിച്ചു കൂട്ടാൻ വിഷമം. അപ്പോഴാണ് ഈ രണ്ടെണ്ണം. ഇങ്ങനെ ആരെങ്കിലും പറയണ കേട്ടിട്ടുണ്ടോ? എടോ ആ വേഗം ഇങ്ങനെ കാലാട്ടിരിക്കേണ്ട പോയിക്കോളൂ കേട്ടോ. അവിടെ വിവാഹത്തിനുള്ള പരീക്ഷ നടക്കണ്ട, താനൊന്ന് ഉത്സാഹിച്ചോളൂ. ഇങ്ങനെ ആരെങ്കിലും പറയണ കേട്ടോ? ഇവിടെ എന്താന്നാണെങ്കിൽ അതിനൊരു കഥയാ. എന്താ കഥ എന്നാണെങ്കിൽ അർജുനന് മാത്രമേ കൊടുക്കൂ എന്നുറപ്പിച്ചിട്ടുണ്ടാക്കിയ പുത്രയാണ് പാഞ്ചാലി. അതും ആദ്യമായിട്ടാ കേൾക്കണം. ഒരാൾക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു പുത്രി ഉണ്ടാക്കി. പുത്രി സാമാന്യം പോലെ വലുതാവുമ്പോഴാണ് തോന്നുക ഒരുത്തി അവിടെ ഇരിക്കുന്നുണ്ട്, ഉള്ള വിവാഹത്തിനുള്ള പ്രായമൊക്കെ ആയിട്ടുണ്ട്. അതെ, ഇങ്ങനെ ചിരിക്കാണ്ട് ആരെങ്കിലും നല്ല ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. അല്ലാണ്ട് ഒരാൾക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചൊരു കന്യക ഉണ്ടാക്കി. ഈ വിദ്വാൻ അത്ര തരക്കേടില്ല. ഇവര് കൊടുക്കാൻ ഒരു കന്യക ഉണ്ടാക്കിയാലോ? ഇങ്ങനെ ആരെങ്കിലും പറയൂല്ല. ഇവിടെ എന്താന്നാണെങ്കിൽ അത് ഒരു അപമാനത്തിന്റെ കഥയാ. ഈ പാണ്ഡവന്മാരും കൗരവന്മാരും
രണ്ടാളുകളും വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു. ഈ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ എന്താ വേണ്ടത്? ഗുരുക്കന്മാർക്ക് എന്തെങ്കിലും എന്താ കൊടുക്കുക? ദക്ഷിണ കൊടുക്കണം അല്ലേ? അത് ഏത് കർമ്മം കഴിഞ്ഞാലും എന്താ കൊടുക്കേണ്ടത്? ദക്ഷിണ കൊടുക്കണം എന്നാ പറയാ. ഇപ്പോ വിദ്യ അഭ്യസിച്ചതിന്റെ ശേഷമല്ല, മുന്നേ തന്നെ കൊടുക്കും ദക്ഷിണ അല്ലേ? ദക്ഷിണ കൊടുത്തിട്ടാണ് ഈ പഠിക്കാൻ തുടങ്ങുക. അപ്പൊ തന്നെ ഉറപ്പിക്കുക ഇതിലാ മോഹന്നേ. ചില ആളുകള് ആരാണോ നല്ലോണം ദക്ഷിണ തരണത് ആ തരണ ആളോടായിരിക്കും അധികം സ്നേഹം ഉണ്ടാവുക അല്ലേ? അതിന് ഉദാഹരണം കാണണമെങ്കിൽ ചില ബ്രാഹ്മണരെ നോക്കിയാൽ മതി. ഈ നടക്കൽ പോയി ആരാണോ നല്ലോണം ദക്ഷിണ കൊടുക്കുന്നത് അവരൊരു അനുഗ്രഹിക്കലുണ്ട്. രണ്ട് കാലൊക്കെ പൊക്കി അങ്ങനെ ഒരു നിൽക്കലുണ്ട് അവര്. അത് കണ്ടപ്പോ താഴത്ത് വീഴുന്ന തോന്നുക. ഇനി ആരെങ്കിലും എന്തെങ്കിലും കുറച്ചു കൊടുത്താലോ? ഇതാണ് ഈ ദക്ഷിണയുടെ ഒരു സമ്പ്രദായം. ഇവിടെ ഈ രണ്ടാളുകളും വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം എന്താ ദക്ഷിണ വേണ്ടത് എന്ന് ദ്രോണാചാര്യരോട് ചോദിച്ചു. ദ്രോണാചാര്യൻ എന്താ പറഞ്ഞത്? നിങ്ങൾ വേഗം പോയി ആ പാഞ്ചാലനെ പിടിച്ചു കെട്ടിക്കൊണ്ടിരണം. അതെന്താ പാഞ്ചാലിനെ പിടിച്ചു കെട്ടിക്കൊണ്ടിരണം എന്ന് പറയാന്നാണെങ്കിൽ, ദ്രോണാചാര്യരും പാഞ്ചാലിനും ഒരുമിച്ച് എങ്ങനെ വിദ്യാഭ്യാസം നടക്കണ കാല. അപ്പോഴാണ് ദ്രോണാചാര്യരുടെ ഇല്ലത്ത് ദാരിദ്ര്യം നല്ലോണം കലശലായി. അപ്പോ പാഞ്ചാല മഹാരാജാവ് ആശ്വസിപ്പിക്കാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാൻ എന്റെ അവിടുത്തെ രാജാവായാൽ എന്റെ രാജ്യത്തിന്റെ പകുതി നിനക്ക് തരാം, നീ വിഷമിക്കേണ്ട ദ്രോണൻ, വിഷമിക്കേണ്ട. ഇങ്ങനെ ആശ്വസിപ്പിച്ചു. വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു. രണ്ടാളുകളും രണ്ട് വഴിക്ക് പോയി. രണ്ട് വഴിക്ക് പോയപ്പോഴോ ദ്രോണാചാര്യരുടെ ദാരിദ്ര്യം നല്ലോണം കലശലായി. ഈ ദാരിദ്ര്യം നല്ലോണമുള്ള സ്ഥലത്ത് എന്താ ഉണ്ടാവുക? സന്താനങ്ങൾ നല്ലോണം ഉണ്ടാവില്ലേ? വേറെ പ്രവൃത്തിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് സന്താനങ്ങൾ ദാരിദ്ര്യമുള്ള സ്ഥലത്ത് നല്ലോണം ഉണ്ടാവും. മറ്റാള് പാഞ്ചാലൻ രാജാവൊക്കെ ആയിട്ട് അവിടെ കേമനായി. അപ്പോ ഈ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാവണല്ലോ. ദാരിദ്ര്യം നല്ലോണം കലശലായിട്ട്. അപ്പൊ ഈ ദ്രോണാചാര്യന്റെ പുത്രൻ അശ്വത്ഥാമാവ്, അദ്ദേഹം കുട്ടികളുടെ കൂടെ കളിക്കാൻ പോയി. കുട്ടികളുടെ കൂടെ കളിക്കാൻ പോയ നേരത്ത് ആ കുട്ടികള് അവിടുന്ന് പാല് കുടിക്കണം. ഈ ദാരിദ്ര്യമുള്ള സ്ഥലത്ത് പാല് ഉണ്ടാവില്ല, ക്ഷയമുള്ള സ്ഥലത്തെ പാലുണ്ടാവുള്ളൂ. അപ്പൊ ഈ അശ്വത്ഥാമാവ് വന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ അമ്മേ അമ്മേ, അവിടെ അവിടെ കുട്ടികള് എന്തോ ഒരു സാധനം കുടിക്കുന്നുണ്ട്. ഉണ്ണി, ഇപ്പോഴത്തെ കുട്ടികൾ പലതരത്തിലുള്ളതും കുടിക്കുന്നുണ്ട് ഇല്ലേ? ഇപ്പോഴത്തെ കുട്ടികൾ പലതും കുടിക്കുന്നുണ്ട്, പലതും വലിക്കുന്നുണ്ട്. സ്വതേ കുടിച്ചും വലിച്ചും ബോധം പോണ കുട്ടികളെ അവിടെ അധികം കാണുന്നത്. അമ്മേ അങ്ങനെയല്ല അമ്മേ, അവരൊരു വെളുത്ത നിറത്തിലുള്ളതാ കുടിക്കണത്. ആ വെളുത്ത നിറത്തിലുള്ളതും ചുവന്ന നിറത്തിലുള്ളതൊക്കെ ഉണ്ടോ ഉണ്ണി? ഉണ്ണി അതിനൊന്നും പുറപ്പെടണ്ട. അതല്ല അമ്മേ, അതിന്റെ പേര് പാല് എന്നാ. പാലോ? ഓ, ഇനി ഇവനിത് പാല് ഞാൻ കൊടുക്കണല്ലോ, എവിടെന്നാ കൊടുക്കുക? അങ്ങനെ കൃപി എന്ത് ചെയ്തു? ആ ദ്രോണാചാര്യന്റെ പത്നി എന്താ ചെയ്തത്? അരി അരച്ച് ആ ഊറ്റിയെടുത്തുള്ള അതിന്റെ വെള്ളം ഈ കുട്ടിക്ക് കൊടുത്തു. എന്താ, അത്രയും ദാരിദ്ര്യം ഉണ്ട്, വേറൊരു മാർഗമില്ല. അതിനൊക്കെ കിട്ടിയപ്പോൾ ആ കുട്ടിയെ നല്ലോണം കുടിക്കാൻ തുടങ്ങി. അശ്വത്ഥാമാവ് അത് നല്ലോണം വലിച്ചു കുടിക്കണ്ട. ഈ അരി ഊറ്റിയ വെള്ളം കുടിക്കണത് അത് കുടിച്ചപ്പോ അമ്മേ അമ്മേ ഇത് വേണ്ട അമ്മേ, ഇത് വേണ്ട അമ്മേ. അതാണ് ഉണ്ണി പാല് കുടിക്കരുത്, പാല് കുടിക്കരുത് എന്ന് പറയുന്നത്. ഇത്രയും ദാരിദ്ര്യം അവർക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ പത്നി പറഞ്ഞത്, അങ്ങ് മഹാരാജാവിനെ ഒന്ന് മുഖം കാണിച്ചിട്ട് പുറപ്പെട്ടോളൂ. അദ്ദേഹം അല്ലേ പറഞ്ഞത് രാജാവായാൽ പകുതി രാജ്യം തരാമൊക്കെ, ഒന്ന് പുറപ്പെട്ടോളൂ. ആ പ്രതീക്ഷയിലാണ് നമ്മുടെ ആള് ദ്രോണാചാര്യൻ അങ്ങോട്ട് പോയത്. ദ്രോണാചാര്യൻ അങ്ങോട്ട് പോയപ്പോഴാണ് ഈ പാഞ്ചാല മഹാരാജാവ് അവിടുന്ന് കണ്ടു ഇങ്ങനെ ഒരുത്തം വരണത്. ഒരുത്തം വരണുണ്ട്. അതെ, അവൻ ഇങ്ങോട്ട് കടത്തിവിടണ്ട കേട്ടോ. അവന്റെ വരവൻ എന്തോ ഒരു പന്തിയില്ലായ്മ ഉണ്ട്. ഇന്നത്തെ ദിവസത്തിന്റെ ബല എന്നാ തോന്നണത്. ഇന്നത്തെ ദിവസം ആളുകൾക്ക് ചിലപ്പോ ബലത്തിനൊക്കെ ഒരു കുറവുണ്ടാവും. അവൻ ഇങ്ങോട്ട് കയറ്റി വിടണ്ട കേട്ടോ. ഈ ഭടന്മാർക്ക് ബുദ്ധി ഒന്നും ഉണ്ടാവില്ല. എന്താ, ഒരുവിധം ബോധമില്ലാത്ത ആളുകളാണ് ഈ കാവലിന് പോവാ ഇല്ലേ? ഇത് പറയണൊക്കെ കേട്ടോ, കാവൽക്കാര് കേമാ. അങ്ങനെയൊന്നുമില്ല. ഈ അവൻ ബോധമൊന്നുമില്ല, അവൻ അവിടെ നിൽക്കണ്ട. അപ്പൊ ഈ വിദ്വാൻ വന്നു, ഞാൻ മഹാരാജാവിനെ മുഖം കാണിക്കാൻ വന്നതാ. എന്താണ് നിങ്ങളുടെ പേര്? എന്റെ പേര് ദ്രോണൻ. അങ്ങനെ പറഞ്ഞാ പോരെ? അങ്ങനെ പറഞ്ഞാ മതി. അപ്പൊ ഇവന് വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിട്ടില്ല. ദ്രോണൻ 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 ആരാ വന്നത്? അവിടെ ഒരുത്തം വന്നിട്ടുണ്ട്. എന്താ അവന്റെ പേര്? ഒരു കോണൻ. കോണനോ?
എടോ കൗബീൻ അത് ധരിക്കണതല്ലേ, ഇത് ധരിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. താൻ അയാൾ ധരിച്ചോ നോക്കാനല്ല പറഞ്ഞത്, ഒന്നും കൂടി പേര് ചോദിക്കുക. ഇങ്ങനെയുള്ള പേരൊന്നും ഇടരുത് കേട്ടോ. തന്റെ പേരെന്താ? എന്റെ പേര് ദ്രോണാചാര്യൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഈ ആചാര്യന്മാർ അനവധി ഇറങ്ങിയിട്ടുണ്ട് പ്ലേ ഇല്ലേ? യജ്ഞാചാര്യൻ, യോഗാചാര്യൻ, ആചാര്യന്മാരെ തട്ടി തടഞ്ഞ് നടക്കാൻ പറ്റാണ്ടായി. എന്താ ഇത് വാങ്ങിക്കാന്നല്ലാണ്ട് യാതൊരു ഗുണമില്ല അല്ലേ? പറയണതൊക്കെ കേമ. എന്താ സപ്താഹം? സപ്താഹം എന്ന് പറഞ്ഞാൽ എന്താ? 7 അഹം. അങ്ങനെ ഞാൻ പറയാ. എന്താ? സമ്പത്ത് ദ്രവ്യം തുടങ്ങിയിട്ടുള്ള 7 ഗുണങ്ങൾ കൈക്കലാക്കാനുള്ള പരിപാടിയാണ് ഈ സപ്താഹം എന്ന് പറയുന്നത്. ഇപ്പൊ വേറൊന്നും കൂടി തുടങ്ങിയിട്ടുണ്ട്, എന്താ? ദ്രവ്യ കലശം. എന്താ? ദ്രവ്യം നല്ലോണം കിട്ടാനുള്ള കലശം. ഇവിടെ എന്താ? ദ്രോണാചാര്യൻ. ഇത് അങ്ങോട്ട് പോയി. ആചാര്യനല്ലേ പറയണ? ദ്രോണാചാര്യൻ, 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 ദ്രോണാചാര്യൻ. ആരാ ഇവിടെ വന്നിട്ടുള്ളത്? ഒരു പ്രോണാചാര്യൻ. പ്രോണനോ? അങ്ങനെയൊന്നും ആവില്ലടോ. ഇവൻ ഇവിടൊക്കെ കേറാറായില്ലേ? എന്റെ രാജധാനിങ്കിലേക്ക് ഇവൻ വരികയെ, വലിയ താമസമൊന്നും ഉണ്ടായില്ല. ദ്രോണാചാര്യൻ കിட்ட ചെന്നു എന്ന് മാത്രമല്ല, ഒരൊറ്റ ചവിട്ട അതോടുകൂടി ചടപട ആ വിദ്വാൻ അവിടെ വീണു. ദ്രോണാചാര്യൻ കിட்ட വീണു എന്ന് മാത്രമല്ല, കയ്യും കാലൊക്കെ ഒടിഞ്ഞ് തന്റെ ഭവനത്തിലേക്ക് അങ്ങോട്ട് ചെന്നു. കയ്യും കാലൊക്കെ നല്ലോണം ഞുണ്ടി നടക്കാൻ തുടങ്ങി. ഇതാണ് പറയണത്, ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് ഒരു കാര്യത്തിന് പുറപ്പെടരുതെന്ന്. ഇവിടെ അനങ്ങാണ്ടിരുന്നാ മതിയായിരുന്നു. വെച്ച് നടന്നു. അതോ ഭാര്യ ഇത് കാണുമ്പോ ഇയാള് വരുന്നതേ, ആരാ വരണത്? എന്റെ ഭർത്താവിന്റെ അല്ലേ? അതെ അതെ അതെ. എന്ത് ഇങ്ങനെ നടക്കണത്? മഹാരാജാവിനെ കാണാൻ പോയതല്ലേ? ചിലപ്പോ വല്ല പശുവിന് ദാനം കൊടുത്തിട്ടുണ്ടാവും. ഈ പശുദാനം കിട്ടിയപ്പോ അദ്ദേഹത്തിന് ഈ പശുവിനെ എടുക്കാനും കെട്ടാനൊന്നും അറിയില്ലല്ലോ. അപ്പൊ കെട്ട നേരത്ത് പശു ചിലപ്പോ ഓടിച്ചിട്ടുണ്ടാവും. ആ ഓടിച്ചതോടുകൂടി വിദ്വാന്റെ കഥ എങ്ങനെയായിട്ടുണ്ടാവും. എന്താ 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 വേഗം ഇങ്ങോട്ട് വരൂ. മഹാരാജാവിനെ കണ്ടില്ലേ? മഹാരാജാവിനെ കണ്ടു. കണ്ടിട്ടോ എന്താ ഉണ്ടായത്? ഒരു ചവിട്ടും കിട്ടി. മഹാരാജാവ് ചവിട്ടേ. എന്തൊക്കെയാ പറയണത്? നിന്റെ വാക്ക് കേട്ടിട്ട് പോയതാ ബദ്ധ, എന്റെ കയ്യും കാലൊക്കെ ഒടിഞ്ഞു. ഇങ്ങനെ ഈ ഒരു വൈരാഗ്യം ദ്രോണാചാര്യക്ക് നല്ലോണം. ആ പാഞ്ചാലനെ പിടിച്ചു കെട്ടണം എന്നുള്ളൊരു മോഹം ഉണ്ടായിരുന്നു. ഈ സമയത്താണ് ഗുരുദക്ഷിണയായിട്ട് അർജുനൻ പോയി പിടിച്ചു കെട്ടി കൊണ്ടുവന്നത് പാഞ്ചാലനെ. ആ പാഞ്ചാലനെ കൊണ്ടിട്ടതോടുകൂടി ദ്രോണാചാര്യക്ക് മുൻപോയി ഇരിക്കാനോ കാലവിട്ടുന്ന് പൊക്കിയില്ലേ? കാലവിട്ടുന്ന് വലത്തെ കാലവിട്ടുന്ന് പൊക്കി. ദ്രോണാചാര്യ പാഞ്ചാലനെ ചവിട്ടാൻ ഭാവിച്ചു. കാലെടുക്കോ. ഗുരുനാഥനാണെന്നൊന്നും ഞാൻ നോക്കിയില്ല. ഈ വിദ്വാനെ ചവിട്ടി അങ്ങയുടെ കാല് ഞാൻ വിട്ടു. ഈ ഗുരുനാഥന്മാരുടെ കാലൊക്കെ വെട്ടുന്ന സ്ഥലമാണിത്. പഠിപ്പിക്കുന്ന സ്ഥലത്ത് കയറി കയ്യും കാലൊക്കെ വെട്ടലുണ്ടായിട്ടുണ്ട്. കാലെടുക്ക. അധർമ്മം പ്രവർത്തിച്ചാൽ അങ്ങയുടെ ആ കാല് ഞാൻ വിട്ടു. ഇത് കേട്ടതോടുകൂടി ദ്രോണാചാര്യ പൊക്കിയ കാലം അവിടെ എടുത്തു വെച്ചു. ഇത് കണ്ടപ്പോ പാഞ്ചാലിന് സന്തോഷായി. ഏതാ ഇങ്ങനെ ഒരുത്തെ? ഇനി എങ്ങനെയാ ഇവന് എന്റെ പുത്രനായിട്ട് കിട്ടുക? എനിക്ക് കിട്ടില്ല. പിന്നെന്താ മാർഗം? പുത്രി ഭർത്താവ് പുത്രന് സമാനാ പറയാ ഒക്കെ പറയലേ ഉള്ളൂട്ടോ. വിവാഹം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ തുടങ്ങായി. നിന്റെ അവിടെ നിന്നൊന്നും കിട്ടിയില്ല കേട്ടോ. നിന്റെ അവിടുന്ന് കിട്ടിയിട്ട് വേണം ഭവനം എടുക്കാൻ. നിന്റെ അവിടുന്ന് കിട്ടിയിട്ട് വേണം ഭവനം നോക്കാൻ. ഇങ്ങനെ പറയണ ആളുകൾ അധികം കാണുന്നത്. ഇവിടെ എന്താ ഇങ്ങനെ സാമാന്യം പോലെ കേമാക്കണം എന്ന് നിശ്ചയിച്ചു. ഇനി ഇവൻ എങ്ങനെയാ പുത്രനായിട്ട് കിട്ടുക? പുത്രി ഭർത്താവ് പുത്രന് സമം. അതിന് യാചനാകുന്ന മഹർഷിയെ കൊണ്ട് യാഗം ചെയ്യിപ്പിച്ച് ആ യാഗകുണ്ടത്തിൽ നിന്നുണ്ടായ കന്യകയാണ് പാഞ്ചാലി. അർജുനന് മാത്രമേ കൊടുക്കൂ എന്ന് ഉറപ്പിച്ചു. അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് പാണ്ഡവന്മാരെല്ലാവരും അരക്കില്ലത്തിൽപ്പെട്ട് സിദ്ധി കൂടി എന്നുള്ളൊരു വാർത്ത പ്രചരിച്ചതും. ഇനി ആർക്കാ കൊടുക്കുക എന്ന് നിശ്ചയിച്ച് വിവാഹം വീരപരീക്ഷയായിട്ട് ഉറപ്പിച്ചു. എന്താ പരീക്ഷ? വലുതായിരിക്കുന്ന ഒരു വില്ല്, അതിന്റെ തല വളച്ച് ഞാണ് കൂട്ടിക്കെട്ടി ആകാശത്തിങ്കൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ലാക്കിനെ മുറിക്കുക. അങ്ങനെ ആരാണോ ചെയ്യണത് അയാൾക്ക് പാഞ്ചാലിയെ കൊണ്ട് പോവാം. അപ്പൊ ഈ മഹാരാജാവിന് ഒരു പുത്രിയാണല്ലോ. ഈ പുത്രി ഒന്നുണ്ടായാൽ എന്താ അവസ്ഥ? വിവാഹം ഭംഗിയായിട്ട് നടത്തണം ഇല്ലേ? ഇപ്പോഴത്തെ വിവാഹത്തിന്റെ കഥയൊന്നും പറയാത്തതാ ഭേദം. എന്താ? ഒരു സമ്പത്തും ഇല്ലാത്ത രക്ഷിതാക്കൾ അവിടുന്ന് ഇവിടുന്നൊക്കെ നല്ലോണം കടം വാങ്ങിക്കും. എന്നിട്ടാണ് വിവാഹം നടത്തുക. വിവാഹമൊക്കെ കഴിഞ്ഞ് അതിന്റെ ഘോഷമൊക്കെ കഴിഞ്ഞാൽ ഈ വാങ്ങിച്ചത് മുഴുവൻ തിരിച്ചടക്കണല്ലോ.
അതിന് പറ്റില്ല. അപ്പൊ എന്താ ചെയ്യാ? ഒരു കയറെടുക്കുക, കഴുത്തിൽ കെട്ടുക, തൂങ്ങുക. ഇത് എന്തിനാ മനസ്സിലാവണില്ല? ആർഭാടം കാണിക്കാനുള്ളതല്ല ജീവിതം എന്ന് പറയണത്. ഇതിന്റെ ഒന്നും ഗൗരവർക്ക് മനസ്സിലായിട്ടില്ല. അതിന് അദ്ദേഹം എന്താ മഹാരാജാവാണല്ലോ, രാജാക്കന്മാരുടെ കയ്യിലൊക്കെ നല്ലോണം ഉള്ള ആളുകളാ. അവരെന്ത് ചെയ്തു? മഹാരാജാവ് ഈ ഉത്സവം, ഈ സ്വയംവരം ഒരു ഉത്സവമായിട്ട് നടത്താൻ നിശ്ചയിച്ചു. അതിന് ആളുകളെ മുഴുവൻ ക്ഷണിച്ചു വരുത്തി ഓരോരുത്തർക്കും ഓരോന്നിന്റെയും ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. കാര്യൊക്കെ എന്തൊക്കെയാ പറ്റുക? ഈ ഇരിക്കുന്ന ആള് തരക്കേടില്ലേ? ഇയാൾക്ക് എന്തിന്റെ ഉത്തരവാദിത്തം കൊടുക്കുക? ഇവിടെ താൻ പൊതുമരാമത്തിന്റെ കാര്യമൊക്കെ നോക്കില്ലേ? എന്താ അങ്ങനെ മൂങ്ങിയിരിക്കണ പോലെ ഇരിക്കണത്? ജീവൻ ഉണ്ടല്ലോ, ഞാൻ നിരീച്ചു, പ്രതിമ ഞാൻ നിരീച്ചു. ഇവിടെ അവിടെ ഒരു പ്രതിമ കണ്ടു, ഇവിടെ ഒരു പ്രതിമ കണ്ടു. പ്രതിമയെല്ലാം ഉറപ്പായി. നോക്കില്ലേ? നോക്കാം. ഇനി എന്താ വേണം? ധനകാര്യത്തിന് ഒരാള്, അതാരാ? അത് ഈ ഇരിക്കുന്ന ആളാ നല്ലത്. കയ്യിൽ നല്ലോണം ഉള്ള ആളാന്നാ തോന്നണത്. ആളധികം ചെലവാക്കൊന്നുമില്ല, ആളൊരു യുദ്ധനാണ്. കാര്യങ്ങളൊക്കെ നോക്കില്ലേ? നോക്കാം. ഇനി എന്താ വേണ്ടത്? ഇനി ആഭ്യന്തരം. അതാരാ വേണ്ടത്? അത് ഈ കയ്യും കെട്ടിയിരിക്കുന്ന ആള്. അദ്ദേഹത്തെ കണ്ടാൽ തന്നെ ഒന്ന് പേടിയോ, ഒരു കൂറ്റൻ. കാര്യങ്ങളൊക്കെ നോക്കില്ലേ? നോക്കാം. ഇനി എന്താ വേണ്ടത്? ഇനി ഭക്ഷണത്തിന്റെ കാര്യം. ഇതാരാ വേണ്ടത്? അദ്ദേഹത്തെ ഏൽപ്പിച്ചാലോ? ആളധികം കഴിക്കൊന്നുമില്ല, ആളുകളെ കൊണ്ട് കഴിപ്പിക്കലേ ഉള്ളൂ. ഒന്നും കിട്ടണില്ല എന്നാ തോന്നണത്. പാവം. നോക്കില്ലേ കാര്യങ്ങളൊക്കെ? നോക്കാം. ഇനി എന്താ വേണ്ടത്? ഇനി വേണ്ടത് സ്വീകരിക്കാൻ ഒരാള്. അതാരാ? ഇദ്ദേഹം നല്ലത്. അദ്ദേഹത്തിന്റെ ഒരു സൗകുമാരിയൊക്കെ കണ്ടാൽ ആളുകൾ വീഴും. പറഞ്ഞിരുത്താൻ പ്രാപ്തിയുള്ള ആളാ. അപ്പൊ നോക്കില്ലേ കാര്യങ്ങളൊക്കെ? നോക്കാം. ഇനി എന്താ വേണ്ടത്? ഇനി വേണ്ടത് ഗതാഗതം. അതാരെ ഏൽപ്പിക്കുക? ഇങ്ങനെ കാലും കയറ്റി ഇരിക്കാന്നല്ലാണ്ട് ഗതാഗതത്തിന്റെ നോക്കില്ലേ? നോക്കാം. ഇനി എന്താ വേണ്ടത്? ഇനി മുഖ്യനായിട്ട് ഒരാള്. അതാരാ വേണ്ടത്? ഇരിക്കുന്ന ആള്. അങ്ങോട്ട് നോക്കൂ. എന്റെ മുഖത്ത് നോക്കി എങ്ങനെയാ കാണാൻ? അങ്ങോട്ട് നോക്കൂ. ആൾ അവിടെയല്ലേ ഇരിക്കുന്നത്. അദ്ദേഹത്തിന് മുഖ്യനായിട്ടുള്ള കാര്യങ്ങള്. പിന്നെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ച് ഇനി ആളുകള് ഏൽക്കലൊക്കെ കേമല്ലേ? ഞാനുണ്ടോ എന്നൊക്കെ പറയും. കാര്യം വരുമ്പോ ആരും ഉണ്ടാവില്ല. അപ്പൊ എന്തൊക്കെയായി ആളുകളോട് ചോദിക്കാം. അങ്ങനെ പിറ്റേത്തെ ദിവസം ആളുകൾ ആ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ നോക്കി. ഇവിടെ എന്തൊക്കെയാ ചെയ്തു വെച്ചേക്കണത്? വലിയ വലിയ തോരണ പ്രയോഗങ്ങള്, വലിയ വലിയ മണ്ഡപങ്ങള്, വലിയ വലിയ വിളക്കുകള്, ഇരിക്കാനുള്ളതൊക്കെ കരുതിയിട്ടുണ്ട്. ഇരിക്കാനുള്ള പീഠങ്ങൾ കുറെ കരുതിയിട്ടുണ്ട്. ചില ശബ്ദപ്രയോഗങ്ങൾ നന്നാക്കിയിട്ടുണ്ട്. ഇവിടെ നല്ല കൗതുക, അവിടെയാണ് കൗതുകേ. ഞാൻ ഇങ്ങനെ ഒരു പ്രയോഗം ഇവരുണ്ടായിട്ടില്ല. ഞാൻ പല ദിക്കിലും പോയിട്ടുണ്ട്, പല പ്രയോഗത്തിലുള്ള സമ്പ്രദായമൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനൊരു സമ്പ്രദായം കണ്ടിട്ടില്ല. ഇത് കേമായിടോ, ഇത് ആരുടെയാണ് തല? ആരുടെ വെച്ചാലും ഇത് കേമായി. എന്താ? അവനവന് ആവശ്യമുള്ളത് ഇതാണ്. മറ്റുള്ളതൊക്കെ ഉണ്ടാവണത് ഭൗതികമായിട്ടുള്ള വിഷയം, ആത്മീയമായിട്ടുള്ള വിഷയമാണെങ്കിലും ഈ ജ്ഞാനേന്ദ്രിയാണുള്ള പ്രധാനം. ജ്ഞാനുണ്ടാവണമെങ്കിൽ എന്താ വേണ്ടത്? അറിവുണ്ടാവുക. അത് എപ്പോഴും ഉണ്ടാവൂ, എപ്പോഴും ഉണ്ടാക്കാൻ ശ്രമിക്കണം. പല ആളുകളെ കാണുക, പലത് സംസാരിക്കുക, പല ഗ്രന്ഥങ്ങളും പാരായണം ചെയ്യുക, അല്ലേ? പിന്നെ മറ്റുള്ള ആളുകളുമായിട്ട് ആശയ സമ്പാദ്യം നടത്തുക. ഇങ്ങനെ പല തരത്തിലാവും ജ്ഞാനം ഉണ്ടാവുക. ഈ പറയുന്ന ആളുകളൊക്കെ ഈ പറയണതിന്റെ അവസാനം എന്താ? ജ്ഞാനം, അറിവ്. ഇതിൽ കവിഞ്ഞിട്ട് വേറെ ഒന്നുമില്ല. ഭക്തി പോലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുക, അല്ലേ? ഈ പറയുന്ന ആളുകളെ പറ്റിയിട്ടുള്ള സൂക്തങ്ങള്, കൃതികള്, വേദമന്ത്രങ്ങള്, ഇതൊക്കെ എന്താ? ഇതൊക്കെ അറിവ് തന്നെയാണ്. അപ്പൊ ഈ അറിവിനെയാണ് നമസ്കരിക്കേണ്ടത്. അപ്പൊ അതിനുള്ളത് കെട്ടിയുണ്ടാക്കി നന്നായിട്ടുണ്ടോ? കുറച്ചങ്ങോട്ട് കേറി പോവാനൊക്കെ പ്രയാസമുണ്ട് കേട്ടോ. ഒന്നും കൂടി അതിന്റെ സാമാന്യം പോലെ ആക്കണം. ഇവിടക്കൊക്കെ ഒന്ന് കേറി വരണമെങ്കിലൊക്കെ ക്ലേശ. മുട്ടിന് വൈകല്യമുള്ള ആളുകളൊക്കെ വരണമെങ്കിൽ പെട്ടു. എന്നാലും തരക്കേടില്ല, ഇതൊക്കെ നന്നായിട്ടുണ്ട്. ഭക്ഷണത്തിന്റെ കാര്യം എന്തായി? നേരത്തെ കഴിഞ്ഞതല്ല കേട്ടോ. നേരത്തെ എത്ര വിധത്തിലുള്ളതാ? ഒന്നൊന്നല്ല. ചില ആളുകൾ ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കുക. നന്നായിട്ടുണ്ട്. ഇനി അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ മാത്രം പോരാ, എല്ലാ വിഭവങ്ങളും വേണം. എന്തൊക്കെയാത്? പച്ചടി, അത് കഴിഞ്ഞാലോ കിച്ചടി, അത് കഴിഞ്ഞാലോ കിടികിടി,
അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇത് അങ്ങനെ പറഞ്ഞ ഈ പച്ചടിയും കിച്ചടിയും നല്ലോണം അയാൾ തെക്കേ ഗോപുരദ്വാരം തുറക്കും. അപ്പോഴാണ് കിടികിടി എന്നാവുക. അതാണ് പച്ചടി, കിച്ചടി, കിടികിടി. പിന്നെ എന്തൊക്കെയുള്ളത്? അടപ്രഥമൻ, അത് കഴിഞ്ഞാലോ പഴപ്രഥമൻ, അത് കഴിഞ്ഞാലോ ചക്കപ്രഥമൻ, അത് കഴിഞ്ഞാലോ പഞ്ചാരപ്രഥമൻ, അത് കഴിഞ്ഞാൽ കാളൻ, കാളൻ കഴിഞ്ഞാൽ കാലൻ, കാളം കഴിഞ്ഞാൽ കാലനോ. ഇപ്പൊ ചില ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാൽ കാലം കൊണ്ടുപോകുന്ന കേൾക്കണത്. എന്താ പേര്? കുഴി. അത് കഴിച്ചാൽ എന്താ ഉണ്ടാവുക? വലിയ താമസം ഇല്ലാണ്ട് കുഴിയിലാവാം. ഇത് കഴിച്ച ആളുകളൊക്കെ കുഴിയിലായിട്ടാ കിടക്കണത്. അപ്പൊ അങ്ങനെയുള്ള ഭക്ഷണം വേണ്ട, നല്ല ഭക്ഷണം കൊടുത്താൽ മതി. ഇനി ഭക്ഷണം മാത്രം നന്നായാൽ പോരാ, ഈ വിളമ്പണ ആൾക്കാർ നന്നാവണം ഇല്ലേ? ഈ കാളം വിളമ്പേണ്ട സ്ഥലത്ത് കാളയെ വിളമ്പിയാലും അപകട ഇല്ലേ? ചില ഭക്ഷണങ്ങൾ സൂക്ഷിച്ച ആളുകളെ ഒക്കെ കഥ കഴിക്കണ കാലം ഇപ്പൊ ഞാൻ മുഴുവനായിട്ട് പറയണില്ല. ചിലതൊക്കെ ചില സങ്കേതം നോക്കിയിട്ട് വേണം പറയാൻ. ഇവിടുത്തെ സങ്കേതം എങ്ങനെയാന്ന് എനിക്ക് ബോധ്യമായിട്ടില്ല. അവിവേകമായിട്ട് പറഞ്ഞത് അപകടമായിട്ട് തീരും. ബോധമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. വേണമെങ്കിൽ കുറേശ്ശൊക്കെ ആവാം, ഞാൻ കണക്കാക്കിയിട്ടൊക്കെ ഉണ്ട്. ഇത് എനിക്ക് വശം, ഇത് കരുതായില്ല. പക്ഷെ ഓരോന്നിനും ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. അപ്പോ ആ കാളയും കാളനെയൊക്കെ മാറ്റി ഇറങ്ങുന്ന ആളുകളെ കൊണ്ട് നോക്കുക. നീ മുന്നത്തെ പോലെ അവരടുത്ത് വന്ന് വിളമ്പൊന്നുമില്ല. അവര് വിളമ്പണ ആളുകൾ ഒരു സ്ഥലത്ത് നിൽക്കുകയുള്ളൂ. നമ്മളെന്താ ചെയ്യേണ്ടത്? ഒരു പാത്രമായിട്ട് പോകണം, എന്നിട്ട് വല്ലതും തരണേ അങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തരും. ചില ആളുകൾ വിളമ്പണ കണ്ടാൽ എന്തോ മുകളിൽ കൂടെ പോണത് താഴത്ത് വീണുന്നാ തോന്നുക. അങ്ങനെയല്ല, നല്ലോണം വിളമ്പുക. പുളിശ്ശേരിയിൽ ആടാടി, എരിശ്ശേരിയിൽ നീരാടി, ഉപ്പിലിട്ടതിലൊന്ന് ഉപ്പി അങ്ങനെ കഴിക്കണം. എങ്ങനെയാ ചോറ് വിളമ്പുക? 2 തരത്തിലാ വിളമ്പുക. ഒന്ന് വയററിഞ്ഞു വിളമ്പുക, മറ്റേത് താടി അറിഞ്ഞു വിളമ്പുക. കേട്ടിട്ടുണ്ടോ? വയററിഞ്ഞു വിളമ്പുക എന്ന് പറഞ്ഞാൽ വിളമ്പി 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 വയറിന്റെ പാകത്തിന് എത്തിക്കുക. മറ്റേതോ താടി അറിഞ്ഞു വിളമ്പുക. ചോറ് വിളമ്പി 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 കഴിക്കണ ആളുടെ താടിയുടെ പാകത്തിന് ചോറ് വിളമ്പുക. എന്നിട്ട് അതിൽ കറി ഒഴിക്കാൻ വേണ്ടിട്ട് ഒരു കുഴി ഉണ്ടാക്കുക. എങ്ങനെയാ ഒഴിച്ചു കൂട്ടാനുള്ള കറി ഒഴിക്കുക? അത് ഈ പിടിയാന മൂത്രമൊഴിക്കണ പോലെ നല്ലോണം ഒഴിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ഭക്ഷണം വിളമ്പല് നന്നാക്കണം. ഇനി മാത്രല്ല, ഈ വിളമ്പക്കാര് വിചാരിച്ചാലും ചിലത് നടക്കൂട്ടോ. ഒരാളൊരു ദിക്കിൽ സദ്യക്ക് പോയി, എടോ ഈ മോര് കറിക്ക് ഉപ്പില്ലാന്നാ കേക്കണേ, എന്താ ചെയ്യാ? അത് വിളമ്പണ ആൾക്കാർ നോക്കിക്കോളൂ. അവര് നോക്കി നിന്നാ ഭംഗിയാവടോ? ഇല്ല. പിന്നെ എങ്ങനെയാടോ? അവർ ഒന്നാമത്തെ പന്തിയൊക്കെ കഴിഞ്ഞാൽ കക്ഷത്തുനിന്നും വക്ഷത്തുനിന്നും ഒക്കെ നല്ലോണം കൊടുക്കൂടാ എന്ന് പറഞ്ഞ് ഒഴുകും. അതൊക്കെ അങ്ങോട്ട് ഒഴിച്ച് ചില ആളുകൾ എത്ര സുഖമായിട്ടാ. അങ്ങനെയല്ല, ഇവിടെ നല്ല വിളമ്പണ ആളുകള്, ചില ആളുകള് വിളമ്പണത് കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നും ഇല്ലേ? കുറച്ചും കൂടി ഇടട്ടെ, കുറച്ചും കൂടി ഇടട്ടെ, കുറച്ചും കൂടി ആവാം, കുറച്ചും കൂടി ആവാം. ഇപ്പോഴത്തെ ചില ആളുകൾ വിളമ്പാൻ പുറപ്പെടും. ഇങ്ങനെയാ, വിളമ്പണതിന്റെ മുന്നേ തന്നെ തുടങ്ങും. മതിയോ മതിയോ മതിയോ, ഇത് കേട്ടാൽ തന്നെ മതിയാവും. ഇപ്പൊ ഭക്ഷണം നല്ലോണം വിളമ്പണം. ഇങ്ങനെ അതിന്റെ വിഭവങ്ങൾ, ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ നന്നായി നടക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ അവിടെ ഏൽപ്പിച്ചു. നീ എന്തൊക്കെ ഏൽപ്പിച്ചത്? ഗതാഗതം നടക്കണില്ലേ? ഗതാഗതം ചിലതൊക്കെ അവിടെ നിന്നൊക്കെ വരുന്നൂന്നോ പോയിന്നൊക്കെ കേൾക്കണ്ട്. ഇതെന്താന്ന് മനസ്സിലാവില്ല. വേഗത കൂടിയെന്നോ കുറഞ്ഞൂന്നോ ഇല്ലാന്നോ ഒന്നും ഞാൻ അധികം പറയണില്ലേ. അതൊക്കെ വേണ്ട പോലെ ആക്കിക്കോളൂ കേട്ടോ. ഗതാഗതത്തിന്റെ ആയി എന്താ? ആഭ്യന്തരത്തിന്റെ കാര്യം എന്തായി? കാര്യങ്ങളൊക്കെ നോക്കണില്ലേ? ഇവിടെ നോക്കിയിരുന്നാ പോരാ, നോക്കണം. ഭക്ഷണത്തിന്റെ പറഞ്ഞ പോലെ തന്നെ മുഖ്യം കാര്യങ്ങളൊക്കെ നടക്കണ്ടേ? കാര്യങ്ങളൊക്കെ നടക്കണ്ടേ? അത് ഇതെന്താ മുഖ്യൻ ഇങ്ങനെ ചിരിക്കാണ്ടിരിക്കണേ? സ്വതേ മുഖ്യനായാൽ ചിരിക്കരുതെന്നൊക്കെ കേൾക്കാണ്ട് കേട്ടോ. പറ്റിയണ്ട. അപ്പൊ നോക്കിക്കോളൂട്ടോ. അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി എല്ലാ കാര്യങ്ങളും അങ്ങനെ പറഞ്ഞ് ഓരോ ദിവസങ്ങൾ അങ്ങനെ അതിക്രമിക്കാൻ തുടങ്ങി. ആളുകളൊക്കെ വന്നില്ലേ? ആളുകളൊക്കെ വന്നു. ആരൊക്കെയാ വന്നത്? എല്ലാവരും ഉണ്ട്. എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും ദേഹണ്ണക്കാര് വന്നില്ലേ? ആരെങ്കിലും കൗന്നിഞ്ചാരിക്കണത്? അത് മൂത്ത ദേഹണ്ണക്കാരനാന്നാ തോന്നുന്നത്. എവിടെയോ ദേഹണ്ണം കഴിഞ്ഞിട്ടുള്ള വന്നിട്ടില്ല ഇരിപ്പാ. അവിടെ നല്ലോണം ക്ഷീണുണ്ട്. പാത്രങ്ങളൊക്കെ വന്നില്ലേ? പാത്രങ്ങളൊക്കെ വന്നു. എവിടെ പാത്രങ്ങളാ? ഈ വെച്ചേക്കണൊക്കെ പാത്രങ്ങളാ. വലിയ വലിയ ഉരുളികള്, നെയ്യിന്റെ ഭരണി, ശർക്കര ഭരണി, പഞ്ചസാര ഭരണി, അതിന്റെ ഇടയിൽ വാല് പോയൊരു ചട്ടുകം.
ചെറിയ ചെറിയ പാത്രങ്ങൾ നന്നായിട്ടാ. സ്വീകരിക്കാനുള്ള ആളുകളൊക്കെ വന്നില്ലേ? സ്വീകരിക്കാനുള്ള ആളുകളൊക്കെ വന്നു. എവിടെ സ്വീകരിക്കാൻ ആളുകളൊക്കെ വന്നില്ലേ? വന്നു. എവിടെ വന്നത്? ആയിരിക്കുന്ന ആളുകളാണോ? ഇവരെന്താ അവിടെ പോയി ഒന്ന് സ്വീകരിക്കണേ? ഇവിടെ അല്ലേ സ്വീകരിക്കേണ്ടത്? എണീക്കോ എണീക്കോ എണീക്കാൻ എണീക്കാൻ എണീക്കാൻ. അവിടെ എങ്ങനെ ഇരുന്നാ പോരാ, ഇവിടെ വന്നിട്ട് വേണം സ്വീകരിക്കാൻ. ഒന്നും പറഞ്ഞതൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല. നോക്കിക്കോളൂ. ഇനി എന്തിനു പറയണു? പറഞ്ഞു എഴുന്നള്ളത്തിന്റെ ദിവസമായി എല്ലാവരെയും ഭംഗിയായിട്ട് അവിടെ സ്വീകരിച്ചിരിക്കണു. ആ സമയത്ത് രാജധാനിയുടെ അവസ്ഥ എന്താണെന്നാണെങ്കിൽ പേരിയുടെയും മദ്ദളത്തിന്റെയും കാഹളത്തിന്റെയും ശബ്ദങ്ങള്. ഉത്സവമായാലും എന്താ വേണ്ടത്? ഉത്സവം എന്ന് പറഞ്ഞാൽ എന്താ? പഞ്ചേന്ദ്രിയങ്ങൾക്കും ഒരുപോലെ ഉത്സാഹത്തെ പ്രദാനം ചെയ്യണതാണ് ഉത്സവങ്ങള്. അപ്പൊ അതിനെന്താ വേണ്ടത്? വാദ്യങ്ങള്. ഏതൊക്കെയാ വാദ്യങ്ങള്? മദ്ദളം. മദ്ദളം എങ്ങനെയാ കൂട്ടുക? അരയിലിട്ടോ കൂട്ടുക. മദ്ദളം അരയിലിട്ടാൽ ആദ്യം എന്താ കൂട്ടുക? ആദ്യം കൂട്ടുക ത ടി തിൻ ന. തട്ടിയാലേ എന്തെങ്കിലും തിന്നാൻ പറ്റൂന്നാ പറയണതേ. ആണ് ഈ തട്ടിത്തിന്നാം എന്ന് പറയണത്. അത് കേട്ടാൽ കുമ്പുകാരെ അവിടെ നിന്ന് എണീക്കും. എന്നിട്ടോ എപ്പേ അപ്പോഴാണ് എഴുത്താളക്കാര് അല്ലറ ചില്ലറ അല്ലറ ചില്ലറ അല്ലറ ചില്ലറ അല്ലറ ചില്ലറ. ഇവർക്ക് ഈ ചില്ലറയിലാവും മോഹം കൂടുതൽ. അപ്പോഴാണ് ഇഞ്ചി ഇഞ്ചി പടയ്ക്കാം പടയ്ക്കാം പേ അല്ലറ ചില്ലറ അല്ലറ ചില്ലറ അല്ലറ ചില്ലറ അല്ലറ ചില്ലറ. എപ്പ കിട്ടും ചെണ്ടക്കാരുടെ പ്രയോഗം. അവർക്ക് കിട്ടണമെന്നേ ഉള്ളൂ. എപ്പ കിട്ടും എങ്ങനെ തിന്നാം. അപ്പോഴാണ് മറ്റേ നക്കി തിന്ന. ഇങ്ങനെയുള്ള ചില വാദ്യ പ്രയോഗങ്ങള് അവിടെ നടക്കണു. ഇങ്ങനെ ഭേരി, മദ്ദളം, കാഹളാദി നിരതം തുടങ്ങിയിട്ടുള്ള വീട് സമ്പ്രദായങ്ങള്. പിന്നെ എന്താ ഉണ്ടായിരിക്കണത് എന്നാണെങ്കിൽ സവിതല്ലറഭസ പ്രോത്സന്മാരുടെ പ്രോത്സാഹനയുള്ള നിസ്വനങ്ങള്. ശിപായിമാര് അല്ലേ? അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഏത് ആഘോഷവും നിയന്ത്രിക്കാൻ ചില ആളുകൾ വേണല്ലോ അല്ലേ? ആരൊക്കെയാത്? ഇപ്പൊക്കെ സുഖമാണല്ലേ? ഇതെന്തെങ്ങനെ താടിക്ക് കൈ കൊടുത്തിരിക്കും? നേരെ ഇപ്പോഴാണ് ഇങ്ങനെ അടുത്തിരിക്കാനൊക്കെ പറ്റിയതല്ലേ? കുറച്ചു മുന്നേ ആരും ബന്ധമൊന്നും ഇല്ലാണ്ട് അകലെയായിട്ടിരിക്കേണ്ട കാല. ഇപ്പോഴെന്താ പറഞ്ഞത്? അകലെ ഇരിക്കണം. ഇപ്പോഴെന്താ പറയണത്? അടുത്തിരിക്കണം. ഇങ്ങനെ വല്ലാണ്ട് അടുത്തിരിക്കൊന്നും വേണ്ട കേട്ടോ. ചിലത് പോയിട്ടൊന്നുമില്ല എന്നാ കേക്കണത്. അതൊക്കെ നോക്കിയിരുന്നോളൂ. സമ്പ്രദായം പോലെ ഇരിക്കാം. മുഖാവരണം ആരുടെ കയ്യിലില്ലേ? അതൊക്കെ വേണമെന്നാ കേക്കണത്. അയാൾക്കൊരു മുഖാവരണം കൊടുക്കുക. മുഖാവരണത്തിന്റെ കാര്യങ്ങള് അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. ഇന്ന ആളുകൾ നടന്നു പോകുമ്പോ അവരെയൊക്കെ പിടിച്ചിരുത്തുക, അതൊക്കെ വേണല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങള് അവിടെ ഭംഗിയായിട്ട് ചെയ്തേക്കണു. പിന്നെന്താ? അശ്നത്തുക്കളായിരിക്കുന്ന വിപ്രന്മാരുടെ കളകളങ്ങള്. അശ്നത്തുക്കളായിരിക്കുന്ന വിപ്രന്മാരെന്ന് പറഞ്ഞാലോ ഭക്ഷണപ്രിയരായിട്ടുള്ള ബ്രാഹ്മണന്മാരുടെ കളകളങ്ങൾ. ഈ ബ്രാഹ്മണരും കാക്കകളും ഒരേപോലെ. ഇത് ഞാൻ പറഞ്ഞൊന്നും പറയണ്ട കേട്ടോ, ആക്ഷേപമായിട്ട് തീരും. ഇതെന്താ? രണ്ടാളുകളെയും ദ്വിജന്മാരെന്നാ പറയാ. ദ്വിജൻ എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട് അർത്ഥം. ബ്രാഹ്മണനും അർത്ഥമുണ്ട്, കാക്കാന്നും അർത്ഥമുണ്ട് അല്ലേ? എന്താ അങ്ങനെ പറയാൻ? ഞാൻ പറയാം. ഈ കാക്കകളുടെ പ്രവൃത്തി എന്താ? എവിടെയെങ്കിലും ഭക്ഷണം കിട്ടുന്ന പറഞ്ഞാൽ ഇതുപോലെ നോക്കും. എന്നിട്ടോ ആ ഒരു കാക്ക ഭക്ഷണം കിട്ടുന്ന പറഞ്ഞാൽ മറ്റുള്ള കാക്കകളെയൊക്കെ അറിയിക്കും. എല്ലാവരും അറിയിക്കും. ഇതുപോലെ തന്നെയാണ് ബ്രാഹ്മണരും. ഒരു സ്ഥലത്ത് സദ്യ ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയിക്കും. ഇങ്ങനെയുള്ള അശ്വത്തുക്കളായിരിക്കുന്ന വിപ്രന്മാരുടെ കളകളങ്ങള് തുടങ്ങിയിട്ടുള്ള ഉത്സവോദയ മഹാഘോഷ കഥം കഥ്യതേ. ഇങ്ങനെയുള്ള ഉത്സവോദയ മഹാഘോഷത്തെ ഞാൻ എങ്ങനെയാണ് പറയേണ്ടത്? അത്രയും കേമായിട്ടുള്ള ഉത്സവം നടക്കണു. ആ രാജധാനിയിലേക്ക് ആ വഴിപോക്കന്മാരായിട്ടുള്ള ബ്രാഹ്മണരോടുകൂടി ആ പാണ്ഡവന്മാര് ബ്രാഹ്മണ വേഷപ്രച്ഛന്നധാരികളായിട്ട് വന്നേക്കണു. അവിടെ ആ സമയത്ത് മഹാരാജാക്കന്മാര് പല ആളുകളും വന്നു. വില്ല് ആ കൽപ്പന കേട്ടതും വില്ലുമ്മൽ ഇങ്ങോട്ട് പിടിക്കാൻ തുടങ്ങി. വില്ലുമ്മൽ എല്ലാവരും ഒന്ന് പിടിക്കാൻ തുടങ്ങിയപ്പോ തിരക്കായി. ആർക്കും സ്ഥലം ഇല്ലാണ്ടായി.
ഈ വില്ല് എടുത്തു പൊക്കി അതിന്റെ തല വളച്ച് ഞാൻ കൂട്ടിക്കെട്ട ആൾക്കേ കന്യകയെ കിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും കന്യകയിൽ മോഹിച്ചിട്ട് വില്ല് പിടിക്കാൻ തുടങ്ങി. അങ്ങോട്ട് മാറടോ, ഇങ്ങോട്ട് മാറടോ, അങ്ങോട്ട് മാറടോ, ഇങ്ങോട്ട് മാറടോ, അങ്ങോട്ട് മാറടോ, ഇങ്ങോട്ട് മാറടോ. തിരക്കായി. അപ്പൊ ചില ആളുകൾ അതിന്റെ ഉള്ളിൽ അങ്ങോട്ട് പെട്ടു. എടോ, ഞാൻ ഇതിനുള്ളിൽ പെട്ടോ, എന്നെ പുറത്തേക്ക് ആക്കണം. ഞങ്ങളല്ലല്ലോ തന്നെ അകത്തേക്ക് ആക്കിയത് പുറത്തേക്ക് ആക്കാൻ. എടോ, എന്നെ ഞാൻ പുറത്തായില്ലെങ്കിൽ ഞാൻ അകത്താക്കിയത് മുഴുവൻ പുറത്താവും. അകത്താക്കിയത് മുഴുവൻ പുറത്താവേ. എടോ, മുന്നിൽ കൂടെ ആയാലും വിരോധമില്ല, പിന്നിൽ കൂടെ ആവാണ്ടിരുന്നാ മതി. അത് നന്നായി. അങ്ങോട്ട് മാറടോ, ഇങ്ങോട്ട് മാറടോ, അങ്ങോട്ട് മാറടോ, ഇങ്ങോട്ട് മാറടോ. എടോ, വില്ലുമ്മ പിടിക്കാൻ സ്ഥലമില്ല. വില്ലുമ്മ പിടിക്കാൻ സ്ഥലമില്ലെങ്കിൽ താൻ എന്റെ പൃഷ്ഠം പിടിച്ചോടുക. തന്റെ പൃഷ്ഠം പിടിക്കേ. എടോ, ചില ക്രിയകൾക്കൊക്കെ തൊട്ടിരിക്കാന്നൊക്കെ പറയാം. അതേപോലെ തൊട്ടിരുന്നുള്ളൂ. തൊട്ടിരിക്കാൻ പറ്റിയ സ്ഥലം അങ്ങോട്ട് മാറടോ, ഇങ്ങോട്ട് മാറടോ, അങ്ങോട്ട് മാറടോ, ഇങ്ങോട്ട് മാറടോ. അതിന്റെ ഇടയിലാണ് അവരാ കന്യകയെ കണ്ടത്. ആ കന്യക, സുന്ദരി കന്യക. അങ്ങോട്ട് നോക്കൂ, സുന്ദരി സൗന്ദര്യധാമം. ഇവളെയാണല്ലേ ഇത് കഴിഞ്ഞ വിവാഹം കഴിക്കാൻ കിട്ടുക. എന്താ ഒന്ന് ഉത്സാഹിക്കാം. അങ്ങോട്ട് മാറടോ, ഇങ്ങോട്ട് മാറടോ, അങ്ങോട്ട് മാറടോ, ഇങ്ങോട്ട് മാറടോ, അങ്ങോട്ട് മാറടോ, ഇങ്ങോട്ട് മാറടോ. അങ്ങനെ എല്ലാവർക്കും അങ്ങോട്ട് പൊക്കാം. എടാ, എല്ലാവർക്കും പൊക്കിയാൽ എങ്ങനെയാ നേരെയാവുക? ചില ആളുകള് വില്ലിന്റെ തല, ചില ആളുകള് നടു, ചില ആളുകള് അതിന്റെ കട. എടാ, ഇങ്ങനെ പൊക്കിയ കന്യക എങ്ങനെയാണോ കിട്ടുക? ചില ആളുകൾക്ക് തല, ചില ആളുകൾക്ക് കട, ചില ആളുകൾക്ക് നടു. എടോ, ഇങ്ങനെ ആഭാസം പറയണോ ഇവിടെ വന്നിട്ട്? അങ്ങോട്ട് മാറടോ, ഇങ്ങോട്ട് മാറടോ, അങ്ങോട്ട് മാറടോ. നമുക്ക് തല ഇങ്ങോട്ട് പൊക്കാം. തല പൊങ്ങട്ടെ, തല പൊങ്ങട്ടെ. തന്റെ തല പൊക്കാനല്ലോ, വില്ലിന്റെ തല പൊക്കാനാണ്. ഇത് പറ്റാത്തോണ്ടാണ് ഇത് പൊക്കണത്. അങ്ങോട്ട് മാറടോ, ഇങ്ങോട്ട് മാറടോ. ആകെ തിരക്കായി. ഇതിന്റെ ഇടയിലാണ് അവര് പാഞ്ചാലിയെ കണ്ടത്. ഇരിക്കണു പാഞ്ചാലി. ഇങ്ങോട്ട് നോക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. അതിന്റെ കണ്ണം നന്ന്, മൂക്കും നന്ന്. സ്ത്രീകൾക്ക് ചില ഗുണങ്ങൾ ഉണ്ടാവണം. എന്തൊക്കെയാ അത്? സൗന്ദര്യം, സുകുമാരത, മധുരത, കാന്തി, ശ്രീമത്ത, മഹിമ. ഇങ്ങനെയുള്ള ഗുണങ്ങളാണ് സ്ത്രീകൾക്ക് ഉണ്ടാവേണ്ടത്. ഇതൊക്കെ ഇവിടെ ഉള്ളതുണ്ടോന്നാ സംശയം. ഇത് മാത്രല്ല, ഇപ്പോഴത്തെ സ്ത്രീകളുടെ കാര്യം പറയാത്തതാ ഭേദം. ചിലതിനൊക്കെ മീശ ഉണ്ടാവും, കണ്ടാ മനസ്സിലാവില്ല. ഇനി ഇത് മാത്രല്ല, കാണുമ്പോഴൊക്കെ സ്ത്രീയുടെ രൂപാവും, വായ തുറന്ന പുരുഷന്റെ ശബ്ദവും. അങ്ങനെ കുറെ എണ്ണുണ്ട്. ഇവിടെ എന്താ, അതിസുന്ദരിയായിട്ടുള്ള കന്യകയാണ് പാഞ്ചാലി. അവളുടെ കണ്ണു നിന്ന്, മൂക്കും നിന്ന്, ഇങ്ങനെയുള്ള കന്യക. ആ കന്യകയിൽ വിചാരിച്ചുകൊണ്ട് മഹാരാജാക്കന്മാരെല്ലാവരും വില്ലുമ്മ പിടിക്കാൻ തുടങ്ങി. എടോ, ഈ വില്ല് പൊങ്ങണില്ല, ഒരു കാര്യം ചെയ്യാൻ, പൊക്കളയാം. അപ്പോഴാണ് കന്യകയെ കണ്ടത്. നല്ല കന്യക അതാ പോണു. കുണുങ്ങി കുണുങ്ങി പോണു. എടോ, ഈ കന്യക വേണമെങ്കിൽ വില്ലെടുത്ത് പൊക്കണം. വലിയ വില്ല്, നല്ല കന്യക. വലിയ വില്ല്, നല്ല കന്യക. വലിയ വില്ല്, നല്ല കന്യക. കിരീട കടകാതി ആഭരണ ഭൂഷിതന്മാരായിട്ടുള്ള രാജാക്കന്മാരാ. അവരാ വന്ന് പറയണത് വലിയ വില്ല്, നല്ല കന്യക, വലിയ വില്ല്, നല്ല കന്യക. ഇങ്ങനെ കുറെ നേരം ഉണ്ടായി. അതിന്റെ ഇടയില് ഓരോ രാജാക്കന്മാര് പുറപ്പെട്ടു. ആരാ പുറപ്പെട്ടത്? ആദ്യം ശല്യര്. ശല്യര് പുറപ്പെട്ടത് മാത്രല്ല, വലിയ താമസമൊന്നും ഉണ്ടായില്ല. ഒരു ശല്യം ഇല്ലാണ്ട് ആ വിധവം പോയി. ശല്യര് പുറപ്പെട്ടപ്പോ ശിശുപാലൻ പുറപ്പെട്ടു. എന്താ, ശിശുപാലന് ആദ്യം രുക്മിണിയായിട്ടുള്ള വിവാഹമൊക്കെ ഉറപ്പിക്കാനുണ്ടായി. അന്ന് കൃഷ്ണൻ മറ്റാളെയും കൊണ്ടുപോയി. അപ്പൊ ആളുകൾ പറയാറുണ്ട്, എടോ, അന്ന് വേഷം കെട്ടിയിരിക്കലല്ലേ ഉണ്ടാവുള്ളൂ, മറ്റാള് കൊണ്ടുപോയില്ലേ. ഈ ഒരു അപമാനം നല്ലോണം ഉണ്ട്. അതുകൊണ്ട് ശിശുപാലൻ പുറപ്പെട്ടു. ശിശുപാലൻ വന്നു മാത്രല്ല, വില്ലിന്റെ തല വളച്ച് ഞാൻ കൂട്ടിക്കെട്ടിയതോട് കൂടി ചടപടം ശിശുപാലന് വീണു. ശിശുപാലൻ അവിടുന്ന് പോയി. അത് കഴിഞ്ഞപ്പോ ജരാസന്ധൻ പുറപ്പെട്ടു. ഈ ജരാസന്ധന് നല്ല പ്രായമുണ്ട്. പ്രായമാകുമ്പോഴാണ് മോഹം കൂടുക ഇല്ലേ? ചില ആളുകൾക്കൊക്കെ അങ്ങനെയാ, പ്രായം കൂടുമ്പോ മോഹം കൂടും. അതുകൊണ്ടാണ് ഈ കേൾക്കണത് 70 കഴിഞ്ഞതൊക്കെ 20കാരന്റെ കൂടെ കൂടിയെന്ന് കേൾക്കാനില്ല. അങ്ങനെ ചിലത് ചാടിച്ചു എന്നൊക്കെ കേൾക്കണ എന്തുകൊണ്ടാ? ഈ മോഹം കൂടും ചില ആളുകൾക്ക്. ജരാസന്ധം പുറപ്പെട്ടത് മാത്രല്ല, വില്ലിന്റെ തല കുളച്ച് ഞാൻ കൂട്ടിക്കെട്ടി അതോടുകൂടി ചടപടം ജരാസന്ധനും വീണു. ജരാസന്ധനും അവിടുന്ന് പോയി. ആ വീഴ്ചയോടുകൂടി ജരാസന്ധന്റെ പല്ലുകൾ മുഴുവൻ താഴേക്ക് പോയി. ഇങ്ങനെ ജരാസന്ധനും പറ്റിയില്ല. അപ്പോഴാണ് ബ്രാഹ്മണർക്ക് ഓരോരുത്തർക്കും ഓരോന്ന് തോന്നാൻ തുടങ്ങി. അതിന്റെ ഇടയില് ദുര്യോധന ഒരു മോഹം, എനിക്ക് കന്യക വേണമെന്നുണ്ട്, പക്ഷെ വില്ലിന്റെ തല വളയ്ക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഒരു കാര്യം ചെയ്യാം,
കർണനോട് പറയാം. എവിടെ കർണൻ? കർണ, കർണ, കർണൻ എന്തോ ഒരു ക്ഷീണുണ്ട് നല്ലോണം. അപ്പൊ കർണന് മനസ്സിലായി ഇതൊക്കെ മഹാരാജാവിന്റെ ഓരോ പ്രകൃത, ഇതൊക്കെ കാര്യം നടത്താൻ വേണ്ടിട്ട് ഓരോന്നും ഇങ്ങനെ പറയാ. കർണൻ ഇങ്ങനെ ഇരിക്കേണ്ട ആളൊന്നും അല്ല, എവിടെ എത്തേണ്ട ആളാ. അപ്പൊ കർണന് മനസ്സിലായി ഇതെന്തോ കാര്യം നടത്താൻ വേണ്ടിട്ടാ. കർണ, ഞാൻ വേറൊന്നും ഉണ്ടായിട്ട് പറയല്ല. കർണ പോയി ആ വില്ലിന്റെ തല വളച്ചാൽ ഞാൻ വിവാഹം കഴിക്കാൻ വരാം. ഞാൻ എന്തിനാ വില്ലിന്റെ തല വളയ്ക്കാൻ പോണത്? അങ്ങ് എന്തിനാ വിവാഹം കഴിക്കണത്? അങ്ങനെയല്ല കർണ, എനിക്ക് കന്യകയില് കുറേശ്ശെ മോഹമുണ്ട്, വില്ലൊന്നും വളയ്ക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ കർണൻ ഉത്സാഹിച്ചാൽ ഞാൻ നേരെയാക്കാം. ഈ കർണന് കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ല. എന്താ, ദുര്യോധന്റെ സഖാവാണല്ലോ കർണൻ. സഖാക്കന്മാർക്ക് അങ്ങനെയല്ല, പറഞ്ഞാ കേട്ടോളന്ന. ഓ, കർണൻ ഉത്സാഹിച്ചിട്ട് അവിടുന്ന് പുറപ്പെട്ടു. ഇങ്ങനെയാണ് ഏതെങ്കിലും സഖാക്കന്മാര് കയ്യിലുണ്ടെങ്കിൽ കാര്യം നടക്കാനൊക്കെ ഇപ്പോഴും. അപ്പോ കർണൻ ഉത്സാഹിച്ചിട്ട് അവിടുന്ന് പുറപ്പെട്ടു മാത്രല്ല, ആ വില്ലിന്റെ തല അവിടുന്ന് കേമായിട്ട് വളയ്ക്കാൻ തുടങ്ങി. വളച്ച് ഞാന് കൂട്ടി കെട്ടേണ്ട താമസം ചടപട ആ വിധം വീണു. അതെന്താ, കർണന് സാരം ഒരു ഗുരുത്വത്തിന്റെ കുറവുണ്ട്. ഏത് വിഷയം കേമനാവുക എങ്ങനെയാ? ഗുരുത്വം കൊണ്ടാ. ഗുരുത്വം ഉണ്ടായാലേ ദൈവാധീനം ഉണ്ടാവുള്ളൂ. കർണൻ അതിന്റെ ഒരു കുറവുണ്ട് എന്ന് മാത്രല്ല, കർണൻ ഇങ്ങോട്ട് പോകുന്നു. ആ സമയത്ത് ദുര്യോധന്റെ അവസ്ഥ എന്താ? കർണൻ ഇപ്പൊ വരും. കർണൻ വന്നാൽ എന്റെ വിവാഹമായി. എടോ ഇവിടെ വരൂ, താൻ വരൂ. എന്താണ് അതിന്റെ ഇടയിൽ ഇങ്ങനെ കൂടിയേക്കണം? ഇവിടെ വരൂ. അവിടെ വെച്ചാ അവിടെ ഇരുന്നോളൂ. എന്റെ വേഷത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തണോ? എടോ, ഞാൻ വിവാഹത്തിന് പുറപ്പെടാം, എന്റെ വേഷം മാറ്റണോന്ന് വേണ്ടേ? ഈ കേശാലങ്കാരം ഒന്ന് മാറ്റിയാം. ഇപ്പോഴുള്ള ആളുകളൊക്കെ മേപ്പൊട്ട വെക്കണത് ഈ ഞാറ നടണ പോലെ. ഞാൻ അത് കീഴ്പോട്ട വെക്കാം. ഇങ്ങനെയായ ഭംഗിയുണ്ടോ? ഭംഗിയുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാ. ഉണ്ടോ? ഉണ്ട്. തനിക്ക് സമ്മതാണോ? സമ്മതല്ല. ഇത് എന്താന്ന് മനസ്സിലാവണില്ല. ആയിന്നാണോ അല്ലാണ്ടേന്നാണോ? എടോ, ഇങ്ങനെയാണോ ഭംഗി? ഇങ്ങനെ ഭംഗിയുണ്ടോ കാണാൻ? ഇങ്ങനെ ഭംഗിയുണ്ടോ? ഉണ്ടോ? ഇനി അംഗവസ്ത്രം കേമാക്കണോ? ഈ വസ്ത്രം ധരയില് കെട്ടാം. വിവാഹം കഴിക്കണ നേരത്ത് പുരുഷന്റെ മുഖത്ത് എന്താണോ ഭാവം, അതാണ് ദാമ്പത്യത്തിന്റെ അവസാനം വരെ ഉണ്ടാവുക എന്നാ പറയാ. അതുകൊണ്ടാണ് പല ബന്ധങ്ങൾ ഇങ്ങനെ ആയത്. എടോ, ഗത ആവശ്യം വരുമോ? ഗത എടുക്കണോ? ചിലപ്പോ ആവശ്യം വരും. വിവാഹം കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞൊന്ന് കൊടുക്കാലോ. ഇത് കൊടുക്കില്ല എന്നൊക്കെ വലിയ ആളുകൾ പുരോഗമനായിട്ടൊക്കെ പറയട്ടോ. പുറത്തൊക്കെ പറയാൻ കേമാ, ഞങ്ങള് ഭാര്യക്ക് സർവ്വ സ്വാതന്ത്ര്യം കൊടുക്കണത്, എവിടെ പോയാലും വിരോധമില്ല. ഇതൊക്കെ പുറമേ പറയുമ്പോൾ അവനവന്റെ ഗൃഹത്തിൽ എത്തിയ ഈ അടിക്കലും ഇടിക്കലൊക്കെ ഇപ്പോഴും ഉണ്ട്. പറയുമ്പോഴൊക്കെ വലിയ കേമായിട്ടൊക്കെ പറയും, മേനിയായിട്ടൊക്കെ പറയും. ദുര്യോധനൻ പാഞ്ചാലി 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 പാഞ്ചാലി. കർണൻ എങ്ങനെയാ നടക്കണത്? എവിടെയെങ്കിലും നിരുന്നാ മതി, എവിടെയെങ്കിലും നിരുന്നാ മതി, എവിടെയെങ്കിലും നിരുന്നാ മതി. അവസാനം ഈ രണ്ടാളുകളും കൂട്ടിമുട്ടി. എന്താ കർണന് പറ്റിയില്ലേ? ഇല്ല, എനിക്ക് പറ്റിയില്ല. അപ്പൊ കർണനും പറ്റിയില്ല, എനിക്കും പറ്റിയില്ല. ഇങ്ങനെ കർണനും പറ്റിയില്ല. ഇത് കഴിഞ്ഞപ്പോ ബ്രാഹ്മണർക്കൊരു മോഹം, പിന്നെ ആരാ പോവാ? നമ്മുടെ ഇടയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പോണ്ടേ? അങ്ങനെ അവരെ അന്വേഷിച്ച് പുറപ്പെട്ടു. ഭീമസേനന്റെ സമീപത്തെത്തി. അപ്പൊ ഭീമൻ പറഞ്ഞു, എനിക്ക് കന്യകയില് മോഹമില്ല, എനിക്കൊരു അനുജനുണ്ട്. എന്താ അവന്റെ പേര്? അർജുനൻ എന്ന് പറയാൻ പറ്റില്ല, വേഷം മാറി നടക്കാണല്ലോ. സുന്ദര ബ്രാഹ്മണൻ എന്നാണ് അവന്റെ പേര്. സുന്ദരനോ? ഈ ജനിക്കണ കാലത്ത് അച്ഛനും അമ്മയ്ക്കൊക്കെ സുന്ദരനായിട്ടുണ്ടാവും. ഇത് കാണുന്ന ആളുകൾക്ക് അങ്ങനെ ആയിക്കൊള്ളൊന്നുമില്ല. ഇപ്പൊ എവിടെ സുന്ദര ബ്രാഹ്മണൻ? നോക്കാം. ഇതൊരു സുന്ദരൻ, ഇത് വേറൊരു സുന്ദരൻ, ഇതൊരു സുന്ദരൻ, അതിന്റെ ഇടയിൽ വേറെ താടിയുള്ള സുന്ദരൻ, ഇതൊരു സുന്ദരൻ, ഇത് നല്ലൊരു സുന്ദരൻ, ഇതൊരു സുന്ദരൻ. എടോ, ഇവിടെ അനവധി സുന്ദരന്മാരുണ്ട്.
ഈ സുന്ദരന്മാരെങ്ങനെ ആ സുന്ദര ബ്രാഹ്മണനെ എങ്ങനെ മനസ്സിലാക്കുക? അവന്റെ കയ്യിൽ നല്ല തഴമ്പുണ്ടാവും. എടോ, നമ്മുടെ ബ്രാഹ്മണരുടെയൊക്കെ കയ്യിൽ തഴമ്പുണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കടോ? ഈ തഴമ്പുണ്ടാകും ഇങ്ങനെ എങ്ങനെയെങ്കിലും പ്രവൃത്തി എടുത്ത ആളുകൾക്കാ. നമ്മളൊക്കെ എന്ത് പ്രവൃത്തി എടുത്തിട്ടാണോ? കയ്യില് തഴമ്പോ എന്നാ കൈ കാണിക്കാൻ പറയാം. എടോ, കയ്യൊന്ന് കാണിക്ക, കയ്യൊന്ന് കാണിക്കോ? വയറ്റത്ത് വെക്കാനല്ല, കാണിക്കാനാ പറഞ്ഞത്. ഒരു തഴമ്പൊന്നുമില്ല. ഈ കയ്യൊന്ന് കാണിക്ക. കുറേശ്ശുണ്ട്, ഒന്നുമില്ല. ഇവിടെ തഴമ്പ്. കൈക്കൊന്നും ഒരു സ്വാധീനമൊന്നും ഇല്ല. ഞാൻ നിരീക്ഷിച്ചത് കൈക്കൊക്കെ സ്വാധീനം ഉണ്ടാവുന്ന, അതിനൊന്നും സ്വാധീനം ഇല്ല എന്നാ തോന്നണത്. ഇത് നോക്കാം. ആ കൈയൊന്ന് കാണിക്ക. ഇതന്നെയാണ് സുന്ദരൻ. അതിലെ തഴമ്പുണ്ട്. അതാരാ? അർജുനൻ. അർജുനന്റെ സമീപത്ത് എത്തിയത് മാത്രല്ല, അപ്പൊ അർജുനന്റെ അവസ്ഥ എന്താണെന്നാണെങ്കിൽ വീക്ഷണകലാമുദ്ധായ ബുദ്ധോദ്യമം ഭക്തിയാദ്രോണഗ്രഭോപ്രണമ്യാനസ ശൗരീം ശൗരോജ്വല കൃഷ്ണാഗൂഢവലർക്കടാക്ഷയുഗള ശ്രീരാജിനീരാജിത സദ്യോ മംഗളരംഗഭൂതലമലം ചക്രേ സശക്രാത്മജ ശക്രാത്മജ. ആ ശക്രാത്മജൻ ദേവേന്ദ്രന്റെ പുത്രനായിരിക്കുന്ന അർജുനൻ അവിടുന്ന് എണീറ്റു. അർജുനൻ എണീറ്റു എന്ന് മാത്രല്ല, വില്ലിനെ നമസ്കരിക്കാൻ തുടങ്ങി. അതിന്റെ മുന്നേ എന്താ ചെയ്തത്? ധർമ്മസുതസ്യ വീക്ഷണകല, ധർമ്മപുത്രരുടെ വീക്ഷണകലയെ സ്വീകരിച്ചു. പിന്നെയോ കൃഷ്ണാഗൂഢവലൽക്കടാക്ഷയുഗള ശ്രീരാജിനീരാജിത, കൃഷ്ണയുടെ ഗൂഢമാകും വണ്ണം വിധത്തിലുള്ള കടാക്ഷ വീക്ഷണ സുഖത്തെയും പ്രാപിച്ചു. കൃഷ്ണ എന്ന് പറഞ്ഞാരാ? കൃഷ്ണ എന്ന് പറഞ്ഞ പാഞ്ചാലി. പാഞ്ചാലിയുടെ കടാക്ഷം കണ്ടപ്പോ നീരാഞ്ജന ഒഴിയാണോ എന്ന് തോന്നി. കടാക്ഷം എന്ന് കേട്ടിട്ടുണ്ടോ? കടാക്ഷം അനുഭവിച്ചിട്ടുണ്ടോ? ധാരാളം. കടാക്ഷം കടാക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? കടക്കണ്ണുകൊണ്ടുള്ള നോട്ടം. അത് എല്ലാ പ്രായത്തിലും തോന്നൂ? എല്ലാ പ്രായത്തിലും തോന്നില്ല. ഇതിനൊരു പ്രായമുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞുതരാം, ഇത് ഉപകാരപ്പെടുന്ന തോന്നണത്. അതെ, എല്ലാവരും കേട്ടോളൂ കേട്ടോ. കടാക്ഷത്തെ പറ്റിയിട്ടാ പറയണത്. കടാക്ഷത്തിനൊരു പ്രായമുണ്ട്. ഈ മരിക്കാൻ കിടക്കണ ആള് കണ്ണ് മേപ്പിട്ട് ഇപ്പോഴും ഉണ്ടല്ലേ കടാക്ഷം, അങ്ങനെ ആരും പറയില്ല. ഈ ജനിച്ച ഉടനെയുള്ള ശിശു നല്ലോണം നിലവിളിക്കുക, അച്ഛന്റെ മോൻ തന്നെ ഇപ്പൊ തന്നെ തുടങ്ങി കടാക്ഷം. ഇങ്ങനെ ആരെങ്കിലും പറയോ? ഇല്ല. അത് യൗവനാരംഭത്തിലാണ് ഉണ്ടാവുക. ഒരാളോട് അനുരാഗം തോന്നണുണ്ടെങ്കിൽ അയാളെ നോക്കുക. അയാളത് കണ്ടു എന്ന് കണ്ടാൽ ആ കണ്ണ് ഇങ്ങോട്ട് കൊണ്ടുവരിക. വീണ്ടും അയാളത് കാണിക്കുക. അയാളത് കണ്ടു എന്ന് കണ്ടാൽ അത് ഇങ്ങോട്ട് കൊണ്ടുവരിക. ഞാൻ പറയണ കേട്ടിട്ട് നോക്കാനൊന്നും പുറപ്പെടണ്ട കേട്ടോ. ഇത്ര നേരം കഴിഞ്ഞ് നോക്കിയാൽ കാരാഗ്രഹത്തിൽ കൊണ്ടിടും. ഇപ്പോഴത്തെ നിയമം അങ്ങനെയാ. ഇപ്പൊ ഒരു പുതിയ നിയമമൊക്കെ തുടങ്ങിയിട്ട് നോക്കരുതെന്ന് പറയില്ല, നോക്കിക്കോളൂ ഇത്ര നേരം. അത് കഴിഞ്ഞാൽ കാരാഗ്രഹത്തിൽ കൊണ്ടിടും. അതുകൊണ്ട് കടാക്ഷം എന്ന് പറഞ്ഞാൽ യൗവനാരംഭത്തിലുള്ളതാണ്. ഈ ദ്രൗപദി അർജുനനെ കണ്ടപ്പോ കടാക്ഷം ഉണ്ടായി. ആ കടാക്ഷം നീരാഞ്ജൻ ഒഴിയാണോ എന്ന് തോന്നി. പിന്നെ വലിയ താമസമൊന്നും ഉണ്ടായില്ല. ഇനി അവസാനിപ്പിക്കണല്ലോ. ആ ബ്രാഹ്മണർക്ക് ഒരു മന്ത്രം ഉണ്ടാക്കണം തോന്നി. എന്ത് മന്ത്രം ഉണ്ടാക്കുക? ബില്ലിനെ നമസ്കരിക്കാൻ ഒരു മന്ത്രം ഉണ്ടാക്കണല്ലോ. ആരാ ഉണ്ടാക്കുക? മന്ത്രം ഉണ്ടാക്കുവോ? ഇത് മന്ത്രവും തന്ത്രവും കുതന്ത്രക്കുള്ള വർക്കാന്നാ തോന്നുന്നത്. ഒരു കൂറ്റത്തി ഇരിക്കുന്നുണ്ടല്ലേ. മന്ത്രം ഉണ്ടാക്കിയോ? ഉണ്ടാക്കി. നമ്മ കേക്കട്ടെ. മന്ത്രം കേക്കട്ടെ എന്നല്ല, മന്ത്രം ഉപദേശിക്കട്ടെ എന്നാ പറയാ. ഞാൻ പറഞ്ഞാൽ ചൊല്ലണ പോലെ ചൊല്ലണം കേട്ടോ. ഞാൻ പറയണ പോലെ ചൊല്ലണം എന്നാ ചൊല്ലിക്കോളൂ. അംഗവംഗകലിംഗാനം ചെല്ലിയ ചെല്ലോ. അംഗവംഗകലിംഗാനം ചെല്ലോ. അംഗവംഗകലിംഗാനം അംഗവംഗകലിംഗാനം ആനയോ? അംഗവംഗകലിംഗാനം ചൊല്ലോ. അംഗഭംഗവിധായിനി ചൊല്ലിക്കൊള്ളോ. അങ്ങനെ ചൊല്ലിയ തനിക്ക് തന്നെ കേൾക്കാനില്ല, പിന്നെ എങ്ങനെ എനിക്ക് കേൾക്കുക? അംഗഭംഗവിധായിനി. അടുത്തത് കുറച്ച് അപകടമാണ്. ഉച്ചണ്ടതര കോതണ്ട. ഇത് കഴിയുമ്പോഴേക്ക് ഉച്ചയാവും. തന്റെ പ്രയോഗം ഉണ്ടാവും തോന്നണില്ലേ? അതുകൊണ്ട് നിർത്താവും നല്ലത്. ഉച്ചണ്ടതര കോതണ്ട.
സുന്ദരകാന്ധായ നമോ നമ. ആണ്ടോ ആള് സാധുവാണ്. ഇപ്പൊ നോക്കിയിട്ടില്ലാത്തോണ്ടാണ്. എളുപ്പമായിട്ടുള്ളൊരു മന്ത്രം ഉണ്ടാക്കുക. നിങ്ങളൊക്കെ മന്ത്രം ഉണ്ടാക്കുന്ന ആളുകളല്ലേ, വലിയ അഭ്യാസമുള്ള ആളുകളല്ലേ, അക്ഷരാഭ്യാസം അക്ഷരദേവതയെ പുകഴ്ത്തുന്ന ആളുകളല്ലേ നിങ്ങള്. മന്ത്രം ഉണ്ടാക്കില്ലേ? ഉണ്ടാക്കാം. ആരുണ്ടാക്കിയത്? അയാൾ തന്നെ ഒരു മന്ത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ താടിക്ക് കൈ കൊടുത്തിരിക്കണ ആളെ നിങ്ങൾ മന്ത്രം ഉണ്ടാക്കി. മന്ത്രം ഉണ്ടാക്കിയില്ലേ? മന്ത്രം ഉണ്ടാക്കി. എന്താ മന്ത്രം? എളുപ്പമുള്ളതാണ്, എല്ലാവരും ചൊല്ലണം കേട്ടോ. എല്ലാം നിങ്ങളോടാ പറയണത്, എല്ലാവരും ചൊല്ലണം. ചൊല്ലില്ലേ? ജരാസന്ധന്റെ പല്ല് കളഞ്ഞ വില്ലായ നമ. ചൊല്ലിക്കോളൂ. ജരാസന്ധന്റെ പല്ല് കളഞ്ഞ വില്ലായ നമ. ചൊല്ലിക്കോളൂ. ഇത് ചൊല്ലിയാ വേഗം മോക്ഷം ഉണ്ടാവും. ജരാസന്ധന്റെ പല്ല് കളഞ്ഞ വില്ലായ നമ. ചൊല്ലൂ, ചൊല്ലൂന്ന്. ജരാസന്ധന്റെ പല്ല് കളഞ്ഞ വില്ലായ നമ. ചൊല്ലൂ. ആ ചൊല്ലിക്കോളൂ. മുക്കാനല്ല പറഞ്ഞത്, ചൊല്ലിക്കാനാ പറഞ്ഞത്. ജരാസന്ധന്റെ പല്ല് കളഞ്ഞ വില്ലായ നമ. ജരാസന്ധന്റെ വില്ല് കളഞ്ഞ വല്ലായ നമ. ജരാസന്ധന്റെ വില്ല് കളഞ്ഞ പല്ലോ. ജരാസന്ധന്റെ പല്ല്, ജരാസന്ധന്റെ കല്ല്. ജരാസന്ധന്റെ കല്ലോ. എളുപ്പമുള്ളത് മതിയടോ, മന്ത്രമൊന്നും വേണ്ട. ഒന്നാമത് ഈ നേരത്തെ ഒന്നും വേണ്ട. വേഗം ആയിക്കോട്ടെ, വേഗം ആയിക്കോട്ടെ. അങ്ങനെ ഒരു അർജുനെ നമസ്കരിച്ചോ. വലിയ താമസമൊന്നും ഉണ്ടായില്ല. വലുതായിരിക്കുന്ന ഒരു വില്ല്. ആ വില്ലിന്റെ തല വളച്ച് ഞാണ് കൂട്ടിക്കെട്ടി ആകാശത്തിങ്കൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ലാക്കിനെ ഖണ്ഡിച്ചു. എങ്ങനെയാണെങ്കിൽ ദൃഷ്ട്യാ സമമത ഘടയിത്വാസായകൻ പഞ്ചമൗർവ്യാ സുദൃഢമധവികർഷൻ സോയമാലോകിലോകൈവതിതമവിജലക്ഷം ലക്ഷിതം തൽക്ഷണേന. ലക്ഷം ലക്ഷിതം തൽക്ഷണേന. ആ സവ്യസാചി അർജുനൻ എന്ന് പറഞ്ഞാൽ ആരാ? രണ്ട് കൈകളെ കൊണ്ടും ആയുധം പ്രയോഗിക്കാൻ പറ്റുന്ന ആളാണ് സവ്യസാചി. സവ്യസാചി എന്ന് പറഞ്ഞാരാ? വിജയൻ. നമ്മുടെ അല്ലാട്ടോ, നീ അങ്ങനെ ധരിക്കരുതേ. ആ വിജയൻ വില്ലിന്റെ തല വളച്ച് ഞാന് കൂട്ടിക്കെട്ടി 5 ശരങ്ങളെ കൊണ്ട് ആകാശത്തിങ്കൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ലാക്കിനെ അവിടെ ഖണ്ഡിച്ചു. അപ്പോഴോ ബ്രാഹ്മണർക്ക് കൂടുതൽ സന്തോഷമായി. സുന്ദരബ്രാഹ്മണൻ ജയ ജയ, സുന്ദരബ്രാഹ്മണൻ ജയ ജയ, സുന്ദരബ്രാഹ്മണൻ ജയ ജയ. ഈ ജയിക്കാൻ എന്താ കാരണം? അത് ഭഗവാന്റെ അനുഗ്രഹം. ആരുടെ? ശ്രീകൃഷ്ണന്റെ. ഭഗവാൻ എന്താ ചെയ്തത്? ആദ്യം കർണൻ വില്ലെടുക്കാൻ വന്ന നേരത്ത് ഭഗവാൻ സത്യഭാമയുടെ അടുത്തേ തൊടയിലൊരു തട്ട്. സത്യഭാമ എന്ന് പറഞ്ഞാരാ? ഭൂമിദേവിയുടെ അംശാവതാരം. ആ ഭൂമിക്ക് പ്രകമ്പനുണ്ടായോണ്ടാണ് കർണൻ എടുക്കാൻ പറ്റാണ്ടിരുന്നത്. ഇത് ഭഗവാന്റെ ഒരു മായ. രണ്ടാമത്തെ കാര്യോ, മറ്റുള്ള ആളുകൾക്കൊന്നും എടുക്കാൻ പറ്റാതെ കണ്ടിരുന്നിട്ടും അർജുനൻ അത് എടുക്കാൻ പറ്റി. അതെന്താ? കൃഷ്ണയ്ക്ക് പാഞ്ചാലിക്ക് അർജുനനെ മാത്രമേ കിട്ടാവൂ എന്നുള്ള ഒരു ബോധ്യം ഭഗവാൻ ഉണ്ടായിരുന്നു. അതെന്താ? കൃഷ്ണ എന്ന് പറഞ്ഞ ഭക്തോത്തമയാ. ഭക്തി ഉണ്ടായ ഏറ്റവും നല്ല കന്യകയാണ് പാഞ്ചാലി. ഇങ്ങനെയുള്ള കാരണം കൊണ്ടാണ് ആര്? ലോകനായകനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആരാ? നാരായണൻ. നാരായണൻ എന്ന് പറഞ്ഞ ആരാ? അച്യുതാനന്ദൻ. ആ അച്യുതാനന്ദന്റെ അനുഗ്രഹം കൊണ്ട് വിജയൻ അവിടെ ഭംഗിയായിട്ട് ജയിച്ചു. മനസ്സിലായോ? ലോകനായകനായിരിക്കുന്ന അച്യുതാനന്ദൻ അനുഗ്രഹം കൊണ്ട് വിജയൻ അവിടെ ജയിച്ചു. ഇത് കഴിഞ്ഞപ്പോഴോ, ഇത് ഞാൻ പറയണത് നല്ല അർത്ഥത്തിലാട്ടോ, താനത് വ്യംഗ്യാർത്ഥത്തിൽ ധരിക്കണ്ട. ഞാൻ പറയണത് ഇവിടുത്തെ കാര്യമല്ല. ഞാൻ രാജധാനിയത്തിലത്തെ കാര്യ. താൻ ഇവിടുത്തെ കാര്യം ആലോചിക്കണ്ട. ഞാൻ പറഞ്ഞത് വിവാദമായിട്ട് തീരും. ഇങ്ങനെ അവിടെ വിവാഹം ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? ഇനി വിവാഹം. ഈ വിവാഹം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാളുകൾ അവരുടെ ജീവിതത്തെ പറ്റി ചിന്തിക്കുക, മറ്റുള്ള ആളുകൾ കൂടെ ഭക്ഷണത്തെ പറ്റി ചിന്തിക്കുക. ഇതിനാണ് വിവാഹം എന്ന് പറയണത് തന്നെ. അപ്പോ സഖിമാരെല്ലാവരും കൂടി പാഞ്ചാലിയെ പിടിച്ചു കൊണ്ടുവന്നു. എങ്ങനെയാണ് പാഞ്ചാലിയുടെ സമ്പ്രദായം? കയ്യിലൊരു മാല, പുഷ്പമാല. ആ പുഷ്പങ്ങളുടെ സൗരഭ്യം ഹേതുവായിട്ട് അവിടെ വണ്ടുകളുടെ ഒരു മാല, പിന്നെ സഖിമാരുടെ ഒരു മാല. കണ്ടാൽ കയ്യിലൊരു മാലയുള്ളൂ, കണ്ടാൽ എന്താ തോന്നുക? 3 മാലകൾ ഉണ്ടോന്ന് തോന്നും. ദ്രൗപദി എങ്ങനെയാ നടക്കണത്? അക്കണ്ടം വാഴ വെച്ചു, ഇക്കണ്ടം ചേന വെച്ചു, അക്കണ്ടം വാഴ വെച്ചു, ഇക്കണ്ടം ചേന വെച്ചു.
ഇങ്ങനെ വാഴയും ചേനയും വെച്ചിട്ടാണ് ദ്രൗപദി അവിടെ നടക്കുന്നത്. അത് കണ്ടുവെന്ന് മാത്രല്ല, ഒരു പരിഭ്രമം ഉണ്ടാവാണ്ടിരിക്കോ അല്ലേ? വിവാഹത്തിനൊക്കെ പോകുമ്പോ പരിഭ്രമം ഇല്ലാണ്ടിരിക്കോ? ഇപ്പോഴത്തെ വിവാഹത്തിന്റെ കാര്യമൊന്നും പറയാത്തതാ ഭേദം. എന്താ ഇപ്പൊ പ്രണയാണേ, പ്രേമം. ഈ പ്രേമം എന്ന് പറഞ്ഞാൽ എന്താ? ഒരുത്തൻ ഒരുത്തിയെ പ്രേമിക്കുക, ആ ഒരുത്തി വേറെ ഒരുത്തിനെ പ്രേമിക്കുക, ആ ഒരുത്തൻ വേറെ ഒരുത്തിയെ പ്രേമിക്കുക. അവസാനം ഇവരെല്ലാവരും കൂടി മനസ്സിലായി എന്ന് കണ്ടാൽ എന്താ ഉണ്ടാവുക? ഈ കുടിക്കണേലോ കഴിക്കണേലോ ഒക്കെ വിഷം കൊടുത്ത് കൊല്ലുക. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രണയമൊക്കെ കാണുന്നത്. ഇത് മാത്രല്ല, ദ്രൗപദി എന്ത് ചെയ്തു? തന്റെ കയ്യിലുള്ള പുഷ്പമാല, വിവാഹമാല അർജുനന്റെ കഴുത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അർജുനനോ മഹർഷിമാരും മഹാജനങ്ങളെ എല്ലാവരെയും അനുഗ്രഹം വാങ്ങിയതിന്റെ ശേഷം തന്റെ കയ്യിലുള്ള വിവാഹമാല ദ്രൗപദിയുടെ കഴുത്തിൽ ഇട്ട് കൊടുത്തു. എന്താ? അതും പരിഭ്രമൊക്കെയുണ്ട്. ഇപ്പോഴത്തെ ആളുകളുടെ മാലകെട്ടൊക്കെ കണ്ടാ തോന്നുന്നു അനവധി കെട്ടിയ ആളാന്നാ തോന്നുക അല്ലേ? ഈ മാല കെട്ടുന്ന നേരത്ത് സ്ത്രീജനങ്ങൾ ആരെങ്കിലും ആ കേശൊക്കെ ഒന്ന് പൊക്കി കൊടുക്കണം. അങ്ങനെയൊക്കെയല്ലേ കെട്ടാൻ പറ്റുക? ഇപ്പോഴത്തെ ആളുകളൊക്കെ എന്നാ പോവല്ലേ? ഇങ്ങനെയാണ് അധികം വിവാഹം കാണിക്കണത്. ഇവിടെ എന്താ? പരസ്പരം ആദരവോട് കൂടിയിട്ടാണ് ഉണ്ടായത്. എന്താണ് ഈ ആദരവ് ഉണ്ടാവാൻ കാരണം എന്നാണെങ്കിൽ, ഈ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുക മാത്രമല്ല വേണ്ടത്. ഇങ്ങനെയാണോ വേണ്ടത്? സ്നേഹം മാത്രം ഉണ്ടായാൽ പോരാ. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം, ഭർത്താവ് ഭാര്യയെയും സ്നേഹിക്കണം. എന്നാ സ്നേഹം മാത്രമായാൽ നന്നാവോ? പോരാ, ബഹുമാനിക്കും കൂടി വേണം. പരസ്പരമായിട്ടുള്ള ബഹുമാനാണ് ഏത് ബന്ധത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് വളരെ ആദരവോടുകൂടി, വളരെ ബഹുമാനത്തോടുകൂടി ആ വിവാഹമാല കഴുത്തിൽ ഇട്ടുകൊടുത്തു എന്ന് മാത്രമല്ല, ഈ രണ്ടാളുകളുടെയും വിവാഹം അവിടെ ഭംഗിയായിട്ട് അവസാനിക്കുകയും ചെയ്തു. ഇങ്ങനെ യാതൊരു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം ഹേതുവായിട്ട് അർജുനന്റെയും ദ്രൗപദിയുടെയും വിവാഹം ഭംഗിയായി അവസാനിച്ചത്. ആ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണനാകട്ടെ നന്ദസ്മിതത്തോടുകൂടി ഭക്തരെ അനുഗ്രഹിച്ചും കൊണ്ട് എവിടെ വർത്തിച്ചത്. അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ ഭഗവാന്മാരെ രക്ഷിക്കട്ടെ. ഇത്രയും നേരം ഈ ചാക്യാർകൂത്ത് വളരെ സഹിച്ചും ക്ഷമിച്ചും കേട്ടിരുന്ന എല്ലാ ഭക്തജനങ്ങളോടും സുഹൃത്തുക്കളോടും പ്രേക്ഷകരോടും എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ആദ്യമായി